ഗുഡ് ഈവനിംഗ്, വെൽക്കം ടു വ്യൂ ഫൈൻഡർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിലെയും രാഷ്ട്രീയ ചിത്രം പരിശോധിക്കുന്ന മണ്ഡലങ്ങളിലൂടെ തുടരുകയാണ്. സംസ്ഥാനത്തിൻ്റെ തെക്കേ അറ്റത്തു നിന്ന് തുടങ്ങിയ ഈ യാത്രയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം എന്നീ ലോക്സഭാ മണ്ഡലങ്ങളിലെ സാഹചര്യങ്ങളാണ് പരിശോധിച്ചത്. ഇന്ന് ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട മണ്ഡലങ്ങൾ നോക്കാമെന്ന് തോന്നുന്നു. എന്നോടൊപ്പം ഇന്ന് ഫ്ലോറിലുള്ളത് വിബ്ജിയോർ എഡിറ്റോറിയൽ ടീം അംഗങ്ങളായ സത്താർ കുന്നിൽ, മധു നായർ എന്നിവരാണ്. സത്താറിൽ നിന്ന് തുടങ്ങാം. കുവൈത്തിൽ മലയാളികൾക്കിടയിൽ സത്താറിനെ ആളുകൾ നോക്കിക്കാണുന്നത് ഒരു രാഷ്ട്രീയക്കാരനാണ്. എനിക്കറിയാം, സംസ്ഥാന രാഷ്ട്രീയത്തിൽ പോലും ഭാരവാഹിത്വമുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ ഫ്ലോറിൽ ഇന്ന് നിൽക്കുന്നത് സത്താർ തികച്ചും വിബ്ജിയോറിൻ്റെ എഡിറ്റോറിയൽ ടീം അംഗമെന്നുള്ള നിലയിലാണ്. എന്നാലും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ, ഇന്ന് നമുക്ക് ഇടുക്കി മണ്ഡലത്തിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു. എന്താണ് നമ്മൾ ഇടുക്കിയിലെ ഒരു സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ? മുനീർ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിൽ ഇവിടെ നമ്മൾ നിൽക്കുന്നത് ഒരു മാധ്യമ പ്രവർത്തനം എന്നുള്ള രീതിയിൽ നമ്മുടെ വ്യക്തിപരമായ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു വിലയിരുത്തലാണ് വിബ്ജിയോർ ടി വിക്ക് വേണ്ടി നമ്മളിവിടെ സംസാരിക്കുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലോക്സഭാ മണ്ഡലമാണ് ഇടുക്കി എന്ന് പറയുന്നത്. കാരണം അതിന് വലിയ രീതിയിൽ പല പ്രത്യേകതകളുണ്ട്. ഓക്കെ, ഏതായാലും ഈ വിബ്ജിയോറിൻ്റെ വ്യൂ ഫൈൻഡർ മണ്ഡലങ്ങളിലൂടെ എന്നുള്ള പരിപാടി ഇപ്പോൾ തത്സമയം വിബ്ജിയോർ ഫേസ്ബുക്ക് പേജിലൂടെ നമ്മൾ സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർക്കും കേരളത്തിലെ തിരഞ്ഞെടുപ്പ് സാഹചര്യങ്ങളെക്കുറിച്ച് അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്, പ്രതികരണങ്ങൾ അറിയിക്കാവുന്നതാണ്. വിബ്ജിയോറിൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് കമൻറ്റുകളായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. നമുക്കറിയാം, കേരളത്തിലെ ജനങ്ങളിപ്പോൾ വേനൽ ചൂടിൻ്റെ പാരമ്യതയിൽ വിയർക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് താരതമ്യേന ചൂട് കുറഞ്ഞ ഇടുക്കിയിൽ പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശച്ചൂടിന് കുറവൊന്നുമില്ല. ഒരേ എതിരാളികൾ 3 തവണയും നേർക്കുനേർ പോരാട്ടത്തിനൊരുങ്ങുന്നു എന്നതാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തെ ഇക്കുറി ശ്രദ്ധാ കേന്ദ്രമാക്കുന്നത്. UDF-ന് വേണ്ടി ഡീൻ കുര്യാക്കോസും LDF-ന് വേണ്ടി ജോയ്സ് ജോർജുമാണ് 3ാം തവണയും അംഗത്തിനിറങ്ങുന്നത്. സിറ്റിംഗ് MP ആയ ഡീൻ കുര്യാക്കോസിനെ സംബന്ധിച്ച് മണ്ഡലം നിലനിർത്തുക എന്നതാണ് ലക്ഷ്യമെങ്കിൽ 2019 തെരഞ്ഞെടുപ്പിൽ നേരിട്ട പരാജയത്തിന് കണക്കു തീർക്കുന്നതിനൊപ്പം കഴിഞ്ഞ തവണ കൈവിട്ട മണ്ഡലം തിരിച്ചു പിടിക്കുകയും വേണം ജോയ്സ് ജോർജിന്. പാർട്ടി ചിഹ്നത്തിലാണ് ഇത്തവണ ജോയ്സ് മത്സരിക്കുന്നത്. NDA-ക്ക് വേണ്ടി BDJ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥാണ് മത്സര രംഗത്തുള്ളത്. സാമുദായിക വോട്ടുകൾ ഏകീകരിച്ച് വോട്ട് ബാങ്ക് ഉയർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് NDA. ഇടുക്കിയിലെ സ്ഥാനാർത്ഥികളെ നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ഇടുക്കിയിലെ സത്താർ, ഇപ്പോൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഡീൻ കുര്യാക്കോസ് കഴിഞ്ഞ തവണ ജോയ്സ് ജോർജിൽ നിന്ന് തിരിച്ചു പിടിച്ച മണ്ഡലമാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം, അവിടുത്തെ ഒരു പ്രചാരണത്തിൻ്റെയൊക്കെ ഒരു സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് അവിടുത്തെ അവസ്ഥ? 2 മുൻ MP-മാർ മത്സരിക്കുന്നു എന്നുള്ളതാണ്
ശക്തനാകുമെന്ന പ്രതീക്ഷയിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥി. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ, കോതമംഗലം, ഇടുക്കി ജില്ലയിലെ ദേവികുളം, ഉടുമ്പുംചോല, തൊടുപുഴ, ഇടുക്കി പീരുമേട് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇടുക്കി ലോക്സഭാ നിയോജക മണ്ഡലം. മലയോര ജില്ല ആയതിനാൽ സമകാലിക പ്രശ്നങ്ങൾ കൂടാതെ വർദ്ധിക്കുന്ന വന്യമൃഗ ശല്യം പോലുള്ള പ്രശ്നങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നാണ് കരുതുന്നത്. എന്താണ് മധു ഇക്കാര്യത്തിൽ താങ്കളുടെ ഒരു ആദ്യ അഭിപ്രായം? സ്ഥാനാർത്ഥികളെ നോക്കുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഡീൻ കുര്യാക്കോസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അദ്ദേഹം കെ എസ് യുവിൽ നിന്ന് കേരള യൂത്ത് കോൺഗ്രസിൽ നിന്നും നാഷണൽ യൂത്ത് കോൺഗ്രസിൽ നിന്നും ഒക്കെ ഉയർന്നു വന്ന ഒരു ബിരുദാനന്തര ബിരുദധാരിയാണ് അദ്ദേഹം. MP ആയിട്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ, ഈ മലയോര മേഖല ആയതുകൊണ്ടാണ് ഞാൻ ആ വിഷയത്തിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. MP ആയിട്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹാജർ നില 90%. 91 ചർച്ചകളിലാണ് അദ്ദേഹം പങ്കെടുത്തിരിക്കുന്നത്, സജീവമായി പങ്കെടുത്തിരിക്കുന്നത്. ആ ചർച്ചകൾ നോക്കുകയാണെങ്കിൽ, ടോപ്പിക്സ് നോക്കുകയാണെങ്കിൽ, വിദ്യാഭ്യാസം, അംഗൻവാടി അധ്യാപകരുടെ ഉദാഹരണം, പ്ലാന്റേഷൻ, ശബരിമല റെയിൽ, ESI സോണ്, ബഫർ സോണ്, ഏലം, റബ്ബർ കർഷക, വന്യജീവി ആക്രമണം, കാലാവസ്ഥാ വ്യതിയാനം, ട്രൈബൽ സർക്യൂട്ട്, മുല്ലപ്പെരിയാർ, പ്രളയവും 2018 പ്രളയവും അതിൻ്റെ പുനരധിവാസവും അതിനുള്ള സഹായങ്ങളും കേന്ദ്ര ധനസഹായവും അങ്ങനെയുള്ള കാര്യങ്ങളും, എന്നിട്ട് ഏറ്റവും അവസാനം വന്ന് നിമിഷപ്രിയ വിഷയത്തിൽ വരെ അദ്ദേഹം ചർച്ചയിൽ സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. തീർച്ചയായും. പക്ഷേ സത്താർ, കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് 2019 തെരഞ്ഞെടുപ്പിനെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അന്ന് കേരളം ആകെ അലയടിച്ച ഒരു UDF തരംഗത്തിൻ്റെ ആ ഒരു ആനുകൂല്യം പറ്റിയാണ് ഡീൻ കുര്യാക്കോസ് ജയിച്ച് കയറിയത് എന്ന് ചില വിലയിരുത്തലുകളുണ്ടായിരുന്നു. ആ തരത്തിൽ ഒരു ആനുകൂല്യം ഈ ഇലക്ഷന് കാണുന്നുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, കേരളത്തിലാകമാനം നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലുള്ള 2 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഈ UDFൻ്റെ ഒരു വലിയ വിജയത്തിന് കാരണമായിട്ട്. ഒന്ന്, ശബരിമല ഇഷ്യൂ. രണ്ടാമത്, രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്നുള്ളതിൽ കേരളത്തിലൂടെ മത്സരിച്ചതോടുകൂടി വലിയൊരു തരംഗം, ന്യൂനപക്ഷങ്ങളുടെ ഒരു ഏകീകരണം കൂടി നടന്നു. പക്ഷേ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഇടുക്കിയിൽ വ്യത്യസ്തമായ മറ്റു പല കാരണങ്ങൾ കൂടിയുണ്ട്. കേവലം ഒരു തരംഗം മാത്രമല്ല, ഇതൊരു പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു ജില്ല എന്നുള്ള രീതിയിൽ അവിടുത്തെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന മറ്റു പല ഘടകങ്ങളും ഉണ്ട്. അവിടുത്തെ ഹൈറേഞ്ച് ഇഷ്യൂമായി ബന്ധപ്പെട്ട്, അവിടുത്തെ പാരിസ്ഥിതിക പ്രശ്നവുമായി ബന്ധപ്പെട്ട് നേരത്തെ ജോയ്സ് ജോർജിന് വലിയ പിന്തുണ നൽകിയ ഒരു വിഭാഗം, ഹൈറേഞ്ച് സംരക്ഷണ സമിതി അടക്കമുള്ള ആളുകൾ 5 വർഷത്തെ ജോയ്സ് ജോർജിൻ്റെ MP ശേഷം അടുത്ത് വന്ന തെരഞ്ഞെടുപ്പിൽ ആ പിന്തുണ നൽകാതിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സാഹചര്യം ആ ഇടുക്കി മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു തരംഗമില്ലെങ്കിലും 5 വർഷം MP ആയെന്നുള്ള രീതിയിൽ ഡീൻ കുര്യാക്കോസ് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ സ്വാഭാവികമായും വിലയിരുത്തും. പക്ഷേ കേരള ഗവൺമെൻറ്റിന് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 35,000-ഓളം വോട്ടിൻ്റെ ലീഡ് LDFന് ഇടുക്കി മണ്ഡലത്തിൽ ലഭിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് മണിയാശാൻ മത്സരിച്ച ഇടുമ്പുംചോല മണ്ഡലത്തിലാണ് വലിയൊരു ഭൂരിപക്ഷം LDFന്. ആ രീതിയിലുള്ളൊരു വോട്ടിംഗ് പാറ്റേൺ ഉണ്ടാവുകയാണെങ്കിൽ മത്സരം പ്രവചനാതീതമാകുമെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. റൈറ്റ്. 1977 ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെയുള്ള 12 തെരഞ്ഞെടുപ്പുകളിൽ 2 തവണ മാത്രമാണ് ഇടതു പ്രതിനിധികൾ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ളത്. 1980 MM ലോറൻസും 2014 ജോയ്സ് ജോർജുമാണ് ഇടതുപാളയത്തിൽ നിന്നും ലോക്സഭയിലെത്തിയത്. മുമ്പ് പീരുമേട് പാർലമെൻറ്റ് മണ്ഡലമായി നടന്ന 2 തെരഞ്ഞെടുപ്പുകളിൽ ഒന്നിൽ LDFും ഒന്നിൽ UDFുമാണ് വിജയിച്ചത്. ലോക്സഭാ സീറ്റിലേക്ക് എപ്പോഴും UDFന് അനുകൂല നിലപാടെടുക്കുന്ന ഇടുക്കിക്കാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചിന്തിക്കുന്നത് നേരെ വിപരീതമായാണ്. കഴിഞ്ഞ 25 വർഷമായി കോൺഗ്രസിന് ഒരു MLA പോലും ഇടുക്കി ജില്ലയിൽ നിന്ന് ഇല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ തൊടുപുഴ സീറ്റാണ് ജില്ലയിലെ UDFൻ്റെ ഏക സീറ്റ്. ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 7 മണ്ഡലങ്ങളിൽ 4 എണ്ണം LDF, 3 എണ്ണം UDF എന്നിങ്ങനെയാണ് കക്ഷിനില. ഇതിൽ UDFൻ്റെ 2 സീറ്റുകൾ എറണാകുളം ജില്ലയിൽ നിന്നാണ്. ഇടുക്കി ലോക്സഭാ മണ്ഡലം രൂപീകൃതമായതിനു ശേഷം നടന്ന ഈ 12 തെരഞ്ഞെടുപ്പുകളിൽ 10 തവണയും UDF പ്രതിനിധികളാണ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ തുണക്കാത്ത മണ്ഡലം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നും കോൺഗ്രസിനൊപ്പമാണ്. ഹൈറേഞ്ച് അനുഭവിക്കുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് വേണ്ടി ലോക്സഭയിൽ ശബ്ദമുയർത്തിയതും മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നതും സിറ്റിംഗ് MP ആയ ഡീൻ കുര്യാക്കോസിൻ്റെ അനുകൂല ഘടകമാണ്. നേരത്തെ മധു സൂചിപ്പിച്ചതുപോലെ കത്തോലിക്ക സഭയുടെ അനുകൂല നിലപാടും ഇതോടൊപ്പം തുണയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 2014 MP ആയിരുന്നപ്പോഴുള്ള പ്രവർത്തനവും
ഇടുക്കിക്കാരൻ എന്നതിനാലും ജോയ്സ് ജോർജിനും ചില അനുകൂല സാഹചര്യങ്ങളുണ്ട്. ഇടുക്കിയിലെ പ്രശ്നങ്ങളിൽ ജോയ്സ് ജോർജിൻ്റെ ഇടപെടൽ നേരത്തെ ശ്രദ്ധേയമാണ്. നിയമസഭാ സീറ്റുകളിലുള്ള ആധിപത്യം, സംസ്ഥാന സർക്കാർ ഇടുക്കിയിൽ നടപ്പാക്കിയ മികച്ച റോഡുകൾ, ടൂറിസം ഉൾപ്പെടെയുള്ള പദ്ധതികളും വോട്ടാകുമെന്നാണ് ഇടതുപാളയത്തിലെ കണക്കുകൂട്ടൽ. ഇപ്പോൾ ഇടുക്കിക്കാരൻ കൂടിയായ മാധ്യമപ്രവർത്തകൻ സണ്ണി മണർക്കാട് നമ്മോടൊപ്പം ലൈനിൽ ചേരുന്നുണ്ട്. സണ്ണി മണർക്കാട് അദ്ദേഹത്തിൻ്റെ മണ്ഡലം കൂടിയാണ് ഇടുക്കി. സണ്ണി, കേൾക്കാമെങ്കിൽ എന്താണ് ഇപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം? പ്രചാരണങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? മുനീർ, എന്തായാലും ഇതുപോലൊരു ചർച്ചയിൽ എന്നെ ക്ഷണിച്ചതിന് ആദ്യമായിട്ട് വിബ്ജിയോർ ടിവിയോടുള്ള നന്ദിയും കടപ്പാടും ആദ്യം അറിയിക്കുകയാണ്. ഇടുക്കി പാർലമെന്റ് നിയോജകമണ്ഡലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തില് 20 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയാണ് ഡീൻ കുര്യാക്കോസ് ഇവിടെ നിന്നും പാർലമെന്റിലേക്ക് പോയത്. സമാനതകളില്ലാത്ത ഒരു വികസനങ്ങളാണ് കോവിഡ് പോലുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ ഏകദേശം 3 വർഷത്തോളം യാതൊരുവിധ രീതിയിലുള്ള ഫണ്ടുകളോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല എങ്കിൽ തന്നെയും അദ്ദേഹം സമാനതകളില്ലാത്ത വികസനങ്ങളാണ് ഈ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു വിലയിരുത്തൽ. അത് പറയാതെ വയ്യ. പിന്നെ സത്താർ സൂചിപ്പിച്ച ഹൈറേഞ്ച് സംരക്ഷണ സമിതി എന്ന് പറയുന്നത് ഇന്ന് കാലഹരണപ്പെട്ട ഒരു പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഇന്ന് ഹൈറേഞ്ചില് ആ രീതിയിലുള്ള ഒരു ഈ പറയുന്ന ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്ക് യാതൊരു പ്രസക്തിയും ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇപ്പോൾ ഈ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 കാര്യങ്ങളിലാണ് ഇവിടെ സജീവമായിട്ടുള്ള ചർച്ച നടക്കുന്നത്. ഒന്ന്, ഈ 2024 ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ, ആ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്നുള്ള ഒരു വലിയൊരു സംശയം ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ വിഷയം എന്തെന്ന് പറഞ്ഞാൽ, ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരെ ഒരു വലിയൊരു മുന്നേറ്റം തന്നെ ഇവിടെ ഇടതുപക്ഷ ചിന്താഗതികരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ തന്നെ ഈ സമീപകാലത്തുണ്ടായിട്ടുള്ള ബോംബാക്രമണം മുതൽ അതുപോലെ തന്നെ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചതാണ്. ഞങ്ങളെല്ലാവരും സ്നേഹത്തോട് വിളിക്കുന്ന മണിയാശന്റെ സാഹചര്യം, ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടുത്തെ ഒരു പ്രചാരണത്തിന്റെ ഒക്കെ ഒരു സ്ഥിതി എന്താണ്? എല്ലാ ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ഇപ്പൊ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിഷയം എന്ന് പറയുന്നത് വന്യജീവി ആക്രമണവും കൃഷിനാശവുമാണ്. അതാണ് പാർലമെന്റിൽ ഏറ്റവും കൂടുതലായിട്ട് ഉന്നയിക്കപ്പെടേണ്ട വിഷയവും അത് തന്നെയാണ്. അതാണ് ഇന്ന് ഇടുക്കിയെ സംബന്ധിച്ച് ഉള്ള ഏറ്റവും വലിയൊരു പ്രശ്നം. ആ പ്രശ്നങ്ങളിൽ ഡീൻ കുര്യാക്കോസ് സജീവമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഈ ആൾക്കാരെ സംബന്ധിച്ച് അതിനു വേണ്ടിയിട്ട് ആര് നിലകൊള്ളും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് സജീവമായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് ഒരു മുൻകൈ ഇതിനോടകം തന്നെ ആ ചർച്ചകളിൽ ഒരു മുൻകൈ നേടാനായിട്ട് UDF സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ LDFും ജോയ്സ് ജോർജിന്റെ കൂട്ടരും അതിനോടൊപ്പം തന്നെ എത്താനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ ഒരു മാധ്യമ പ്രവർത്തകന്റെ വീക്ഷണത്തിൽ നിന്നുകൊണ്ട് ഞാൻ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ശരിയായ രീതിയിലുള്ള ഒരു ഇടപെടലുകൾ ചെയ്യാനായിട്ട് കൃത്യമായിട്ട് ഡീൻ കുര്യാക്കോസിന് സാധിച്ചിട്ടുണ്ട് എന്ന്, അല്ലെങ്കിൽ ഒരു UDF സാധിച്ചു എന്ന് തന്നെ പറയാതെ വയ്യ. പിന്നെ ദേശീയ വിഷയങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ പൗരത്വ ഭേദഗതി സമരങ്ങള്, മണിപ്പൂരിലെ വിഷയങ്ങള്, തൊഴിലുറപ്പ്, അങ്കണവാടി, ആശാവർക്കർമാരുമായിട്ടുള്ള വിഷയങ്ങള്, ജനകീയ വിഷയങ്ങളിലെല്ലാം തന്നെ ഡീൻ കുര്യാക്കോസിന്റെ ഒരു ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. തീർച്ചയായും ഈ ഇടപെടലുകളൊക്കെ അദ്ദേഹത്തിന് വോട്ടാക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് കരുതാം. ഏതായാലും വളരെ നന്ദി സണ്ണി മണർക്കാട്. സണ്ണി നേരത്തെ കുവൈത്തിൽ ഉണ്ടായിരുന്നതാണ്, സത്യം ഓൺലൈനിൻ്റെ അതിൻ്റെ എഡിറ്റർ കൂടിയാണ്, ഇപ്പോൾ നാട്ടിലാണ്.
തൊടുപുഴ ആണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. ഇടുക്കി നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ്. ഇപ്പോൾ നാട്ടിൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ പരിപാടികളൊക്കെ വളരെ ഊർജിതമായി നടക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഡീൻ കുര്യാക്കോസിൻ്റെയും ജോയ്സ് ജോർജിൻ്റെയും അതോടൊപ്പം സംഗീത വിശ്വനാഥിൻ്റെയും ഒക്കെ പ്രചാരണ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നടക്കുന്നു എന്നും അദ്ദേഹം പങ്കുവെക്കുന്നു. വളരെ നന്ദി സണ്ണി. ഇപ്പോൾ ഈ പരിപാടി വിബ്ജിയോർ ടിവിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ തത്സമയം നമ്മൾ സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർക്ക് ഇത് ഈ നാട്ടിലെ ഓരോ മണ്ഡലത്തിലെയും സാഹചര്യങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാം. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട മണ്ഡലങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇടുക്കി മണ്ഡലത്തെക്കുറിച്ചാണ്. സത്താർ, നമ്മൾ നോക്കുകയാണെങ്കിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് UDF പാളയം വിട്ട് LDF പാളയത്തിലേക്ക് പോയതിനു ശേഷമുള്ള ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഈ ഒരു മാറ്റം ഏതെങ്കിലും തരത്തിൽ ഇടുക്കിയിലെ വോട്ട് ഷെയറിനെ ബാധിക്കുമോ എന്നുള്ളത് എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം? ഇരു കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഇപ്പം നമ്മൾ ഇടുക്കി ലോക്സഭയെ കുറിച്ച് പറയുകയാണെങ്കിൽ PJ ജോസഫിൻ്റെ തട്ടകമാണ് തൊടുപുഴ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാണി ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട നേതാവായ ജലസേചന മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ മണ്ഡലമാണ് ഇടുക്കി. ഈ രണ്ട് മണ്ഡലങ്ങളിലും എത്രമാത്രം വോട്ടുകൾ ഈ കേരള കോൺഗ്രസ്സുകാർക്ക് ഇരു മുന്നണികൾക്ക് വേണ്ടി വർദ്ധിക്കാൻ എന്നുള്ള വലിയ ഒരു വിലയിരുത്തലുണ്ടാവും. മാണി ഗ്രൂപ്പ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നതുകൊണ്ട് ഒരു മാറ്റം, ഇടതുപക്ഷത്തിന് അനുകൂലമായ ചില മാറ്റങ്ങൾ കോട്ടയത്തും ഇടുക്കിയിലൊക്കെ ഉണ്ടായിട്ടുള്ള വിലയിരുത്തലാണ് ഇടതുപക്ഷത്തിനുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കത്തോലിക്ക വിഭാഗവും മറ്റ് മതസംഘടനകളൊക്കെ വലിയ രീതിയിലുള്ള പിന്തുണയാണ് UDF നൽകിയത്. പക്ഷേ മാണി ഗ്രൂപ്പിൻ്റെ ഒരു മാറ്റത്തോടുകൂടി സ്വാഭാവികമായും അത്തരം വോട്ടുകളൊക്കെ വിഭജിക്കപ്പെടാനും ഇടതുപക്ഷത്തിനൊരു സ്വാഭാവികമായിട്ട് മാണി ഗ്രൂപ്പിൻ്റെ കടന്നുവരവ് ഒരർത്ഥത്തിൽ വലിയ പിന്തുണ ഉണ്ടാകും എന്നുള്ളത് ഇടുക്കിയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മലയോര മേഖലയുമായി ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ട് ഇപ്പോഴത്തെ കർഷകരുടെ പ്രശ്നങ്ങൾ, പിന്നെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് 5 ആളുകളാണ് വന്യജീവി ആക്രമണത്തിൽ പിന്നെ അവിടെ മരണപ്പെട്ടത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആ കാര്യത്തിലെടുക്കുന്ന നിസ്സംഗതി ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ കയ്യേറ്റവും കുടിയേറ്റവും നമ്മൾ കുറേ നാളുകളായി ചർച്ച ചെയ്യപ്പെടുന്ന വലിയൊരു പ്രശ്നമാണ്. അവർക്ക് വേണ്ടി നിലകൊള്ളുന്നത് ആരാണ് എന്നുള്ള ഒരു ചോദ്യം. വളരെ സാധാരണക്കാരായ ആളുകൾ, അവിടെ പിന്നെ വീട് കെട്ടി താമസിക്കുന്ന കുറേ ആളുകളുടെ പട്ടയ സംബന്ധമായ വലിയ പ്രശ്നങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ നിലപാടിലേക്ക് അവിടുത്തെ ആളുകൾ ഒരു പിന്നെ പോകേണ്ടി വരുന്നുള്ളത് കൂടി പിന്നെ ഇടുക്കിയുടെ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കും. 50% പിന്നെ വനമേഖലയുള്ളൊരു പ്രദേശമാണ്. ഏറ്റവും അധികം സാധ്യത, ടൂറിസത്തിന് ഏറ്റവും സാധ്യതയുള്ള പ്രദേശമാണ്. അപ്പോൾ ഈ കേരള ഗവൺമെൻറ്റിൻ്റെ ടൂറിസപരമായി നടപ്പിലാക്കിയ കുറേ പദ്ധതി അവർ വലിയൊരു പ്രതീക്ഷ നൽകുന്നു. പക്ഷേ ഡീൻ കുര്യാക്കോസിൻ്റെ ഒരു ഇമേജ് അതിനെ എങ്ങനെ കവർ ചെയ്യുമെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ ജയപരാജയങ്ങളെ നിർണ്ണയിക്കാനുള്ള വലിയൊരു സാധ്യതയായിട്ട് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 ഇടുക്കി ജില്ലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും സാധ്യതകളുമാണ്. വിബ്ജിയോർ ടിവിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ പ്രേക്ഷകർക്കും ഈ പരിപാടിയിൽ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കാവുന്നതാണ്. കേബിൾ TV നെറ്റ്വർക്കുകളിലും വിബ്ജിയോർ ടിവിയുടെ IPTV പ്ലാറ്റ്ഫോമുകളിലും തത്സമയം ഈ പരിപാടി കാണാവുന്നതാണ്. മധു, നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രിസ്ത്യൻ വോട്ടുകൾ പോലെ തന്നെ ഈഴവ വോട്ടുകൾക്കും നിർണായകമായ സ്ഥാനമുള്ള മണ്ഡലമാണ്. 2009 അഡ്വക്കേറ്റ് PT തോമസ് വിജയിച്ച ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഈഴവ വോട്ടുകൾക്ക് ഒരു നിർണായക ശക്തിയാകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ BDJ സ്ഥാനാർത്ഥിയായ സംഗീത വിശ്വനാഥിൻ്റെ സാന്നിധ്യം ഏതെങ്കിലും തരത്തിൽ രണ്ട് ഇടത് വലത് പാളയങ്ങൾക്ക് വോട്ട് ഷെയർ ചെയ്തു പോകാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതകൾ? ആ ഒരു കാര്യത്തിൽ എനിക്ക് തീർച്ചയായിട്ടും സത്താർ പറഞ്ഞതിനോടും മുനീർ പറഞ്ഞതിനോടും ഒരു ഭിന്നാഭിപ്രായമുണ്ട്. എന്നുവെച്ചാൽ അവിടെ ക്രിസ്ത്യൻ വോട്ടുകളൊന്നോ സാമുദായിക വോട്ടുകൾക്കോ സ്ഥാനമില്ല. ഞാൻ കണ്ടെടുത്തോളം ഇടുക്കി നിയോജകമണ്ഡലത്തിൽ ഈ ക്രിസ്ത്യൻ വോട്ടുകൾക്കും സാമുദായിക വോട്ടുകളും ഹിന്ദു വോട്ടുകളും അങ്ങനെ ഒരു ഇതില്ല. ശരിക്കും പറഞ്ഞാൽ അവിടെ മലയോര കർഷകരുടെ വിഷയങ്ങൾക്കാണ് പ്രാധാന്യം. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ജോയ്സ് ജോർജിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹം അവിടെ 16 വർഷം അഭിഭാഷക വൃത്തി ചെയ്തതിന് ശേഷമാണ് LDF സ്വതന്ത്രനായിട്ട്. 3 സ്ഥാനാർത്ഥികളും അഭിഭാഷകർ തന്നെയാണ്. അതെ, 3 സ്ഥാനാർത്ഥികളും അഭിഭാഷകർ തന്നെയാണ്. ബട്ട് ഈ ജോയ്സ് ജോർജിൻ്റെ കാര്യം പറയാം, അദ്ദേഹം ഹൈറേഞ്ച് സംരക്ഷണ സമിതി കൂടെ ആണ് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത് തന്നെ. അതും LDF സ്വതന്ത്രനായിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത്. സാമുദായിക വോട്ടുകളൊന്നും അവിടെ വിഷയമായിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ടെന്യൂറിൽ ഡീൻ കുര്യാക്കോസ് എങ്ങനെ പെർഫോം ചെയ്തു അതുപോലെ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ചില കോൺട്രവേഴ്സികളിൽ ഏർപ്പെട്ടു പോയി. അതായത് ഒന്നാമത്തെ കാര്യം, ഈ
2017 അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരുന്ന 28 ഏക്കർ സ്ഥലം അന്നത്തെ സബ് കളക്ടർ റദ്ദാക്കി, പട്ടയം റദ്ദാക്കി. മനസ്സിലായോ? അതായത് കുടിയേറ്റക്കാരിൽ നിന്ന്, അത് താഴ്ന്ന കർഷകരിൽ നിന്നുമൊക്കെ, ചെറിയ മലയോര കർഷകരിൽ നിന്നൊക്കെ, ചെറുകിട കർഷകരിൽ നിന്നൊക്കെ അദ്ദേഹം വിലയ്ക്ക് വാങ്ങിയിരുന്ന ഭൂമിയാണ്. പക്ഷേ അത് കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്ത ഭൂമിയാണ്. ഒരു അഭിഭാഷകനായിരുന്നതോടുകൂടി അദ്ദേഹം അങ്ങനെ ഒരു അഭിഭാഷകനേക്കാൾ അപ്പുറം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹം അങ്ങനെ ഒരു വിക്രിയ കാണിച്ചു. 28 ഏക്കർ ഭൂമി അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരുന്നത് ക്യാൻസലായി. അങ്ങനെ ഒരു വലിയൊരു ഇമേജിന് അദ്ദേഹത്തിന് ഒരു ക്ഷീണം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് 2021 രാഹുൽ ഗാന്ധിയെ അവിവാഹിതനായ പ്രശ്നക്കാരൻ എന്ന് പറഞ്ഞ് അദ്ദേഹം സംബോധന ചെയ്ത് അതൊരു വിഷയമുണ്ടായി. അങ്ങനെയും അദ്ദേഹത്തിന് എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ 2022 അദ്ദേഹം ഈ മലയോര സംരക്ഷണ സമിതിയുടെ ഇതിൽ വന്നത്, കോൺഗ്രസ് പാളയത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. അതെ, അദ്ദേഹം സംരക്ഷണ സമിതിയുടെ, ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പ്രവർത്തകനായിട്ടാണല്ലോ വന്നത്. അന്ന് മാധവ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെ ആയിരുന്നല്ലോ പ്രതിഷേധം മുഴുവൻ നടന്നത്. എന്നിട്ട് 2022 ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ അനുകൂലിച്ചുകൊണ്ട് ബഫർ സോണിനെ പറ്റി അദ്ദേഹം സ്റ്റാൻസ് എടുക്കുകയുണ്ടായി. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ജനപ്രീതി കുറച്ചൊന്ന് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് പാർലമെൻറ്റിലും അത്ര വിശേഷിച്ചൊന്നും പറയാൻ പറ്റിയിട്ടില്ല. ഡീൻ കുര്യാക്കോസിനെ പോലെ മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ, വന്യജീവി ആക്രമണങ്ങളിൽ, ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ കാര്യങ്ങളിൽ, ഈ പറഞ്ഞ പോലെ സണ്ണി മണർക്കാട് പറഞ്ഞ പോലെ ഈ ഇതുണ്ടല്ലോ ആശാവർക്കർമാർ, ഈ അംഗൻവാടി പ്രവർത്തകർ, അവർക്കൊക്കെയുള്ള സഹായങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും മലയോര കർഷകർക്ക് ഈ പ്രളയാനന്തരം അവർക്ക് വേണ്ടിയിരുന്ന സഹായങ്ങൾ നേടിക്കൊടുക്കുന്നതിനും ഒക്കെ ആയിട്ട് പാർലമെൻറ്റിൽ ഒട്ടേറെ ശബ്ദമുയർത്താൻ ഡീൻ കുര്യാക്കോസിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഞാൻ സൂചിപ്പിച്ച BDJS ഏതെങ്കിലും തരത്തിൽ വോട്ട് സമാഹരിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുള്ളൂ. അതാണ് ഈ മധു പറഞ്ഞപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, NDA മുന്നണിയിൽ BJP മത്സരിക്കാതെ BJDS അവിടെ സ്ഥാനാർത്ഥിത്വം കൊടുത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെ ഈഴവ വോട്ടുകൾ, നമ്മൾ എല്ലാ സ്ഥലത്തും രാഷ്ട്രീയപരമായി മലയോര കർഷക പ്രശ്നങ്ങൾ തന്നെയാണെങ്കിലും സാമുദായിക സ്വാധീനം ഇല്ലാത്ത മണ്ഡലങ്ങൾ കേരളത്തിൽ കുറവാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അത് വലിയൊരു അർത്ഥത്തിലും സമുദായം മുഴുവൻ ഒരു വിവാദത്തിൽ പിന്തുണക്കുന്നില്ല, ചില അളവുകളിലെങ്കിലും ചില രീതിയിൽ അത് സ്വാധീനിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ BJD ഈഴവരുടെ വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് BJD അവർക്ക് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ലാതെ BJPക്ക് കിട്ടാൻ സാധ്യതയില്ല. കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കുറേ നിയന്ത്രണങ്ങളും നിയമങ്ങളും ഇടുക്കി ജില്ലക്ക് എതിരായിട്ടാണ്, അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് എതിരായിട്ടുള്ള നിയമങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായും സാമുദായികമായിട്ടുള്ള ഈഴവ വിഭാഗത്തിൻ്റെ വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് BJDSന്റെ സ്ഥാനാർത്ഥിയോട് മത്സരിക്കുന്നത്. അവരുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ് സംഗീത വിശ്വനാഥ്. അപ്പോൾ സ്വാഭാവികമായും ഒരു പ്രതീക്ഷയിലാണ്, അത് ഒരു വോട്ട് വീതം വർദ്ധിപ്പിക്കുക എന്നതിലേക്ക് മാത്രമാണ് നമ്മളതിനെ കണക്കാക്കേണ്ടത്. റൈറ്റ്. ഏതായാലും നമുക്ക് ഈ മണ്ഡലത്തിലെ ഓരോ കഴിഞ്ഞ 3 വർഷങ്ങളിലെ ആ ഒരു വോട്ടിൻ്റെ നില ഒന്ന് ഗ്രാഫ് ഒന്ന് പരിശോധിച്ചിട്ട് വരാം. 2009 തെരഞ്ഞെടുപ്പിനെ പരിശോധിക്കുകയാണെങ്കിൽ അന്ന് UDF വേണ്ടി അഡ്വക്കേറ്റ് PT തോമസ് ആണ് അന്നത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അദ്ദേഹം വിജയിച്ചു. 74,796 വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിച്ചത്. 4,08,484 വോട്ടുകളാണ് അന്ന് PTക്ക് ലഭിച്ചത്. 44.43% വോട്ട് ഷെയർ. അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് കേരള കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച അദ്ദേഹമാണ് ആ തെരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തിയത്. 3,33,688 വോട്ടുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. 36.3% വോട്ട് ഷെയർ. ശ്രീനഗരി രാജൻ BJPക്ക് വേണ്ടി കളത്തിലിറങ്ങിയപ്പോൾ 28,227 വോട്ടുകൾ മാത്രമാണ് നേടിയത്. 3.7% വോട്ട് ഷെയർ. 2014 വരുമ്പോൾ LDF ലീഡ് ചെയ്ത അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്, നമ്മളിപ്പോൾ സംസാരിച്ച് ജോയ്സ് ജോർജ് 50,542 വോട്ടുകൾക്ക് ഡീൻ കുര്യാക്കോസിനെ പരാജയപ്പെടുത്തി. 3,82,019 അദ്ദേഹം ആകെ നേടിയ വോട്ട്. 47% വോട്ട് വിഹിതം. ഡീൻ കുര്യാക്കോസ് രണ്ടാമത് 3,31,477 വോട്ടുകൾ നേടി. അദ്ദേഹത്തിന് 41% വോട്ട് ഷെയർ. മൂന്നാം സ്ഥാനത്ത് BJPക്ക് വേണ്ടി അഡ്വക്കേറ്റ് സാബു വർഗീസ് മത്സരിച്ചു. 50,438 വോട്ടുകളാണ് അദ്ദേഹം നേടിയത്. വോട്ട് ശതമാനം 5.49. 2014 വരികയാണെങ്കിൽ 1,700
ക്ഷമിക്കണം 2014 ഡീൻ കുര്യാക്കോസ് വിജയിച്ചു. 4,98,493 വോട്ടുകളാണ് അദ്ദേഹം നേടിയത്. 54.23% വോട്ട് വിഹിതം. ജോയ്സ് ജോർജ്, നേരത്തെ അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയ ജോയ്സ് ജോർജ് ആ തെരഞ്ഞെടുപ്പിൽ 2014 ഡീൻ കുര്യാക്കോസിന് മുന്നിൽ അടിയറവ് പറഞ്ഞു. ഇടത് സ്വതന്ത്രനായിരുന്നു അദ്ദേഹം മത്സരിച്ചത്. 3,27,440 വോട്ടുകളാണ് അദ്ദേഹം നേടിയത്. വോട്ട് വിഹിതം 35.62%. ബിജു കൃഷ്ണനായിരുന്നു BDJS വേണ്ടി NDAക്ക് വേണ്ടി BDJS ടിക്കറ്റിലാണ് മത്സരിച്ചത്. 78,648 വോട്ടുകളാണ് അദ്ദേഹം നേടിയത്. 8.56% വോട്ട്. ഇതിലൊരു വലിയൊരു കാണുന്നതാണ് നമ്മൾ ജോയ്സ് ജോർജിൻ്റെ വോട്ട് ശതമാനം 2014 വലിയ രീതിയിൽ താഴോട്ട് വരികയും ഡീൻ കുര്യാക്കോസിൻ്റെ 1,70,70,000 ലീഡിലേക്ക് ഉയർന്ന രീതിയിലേക്കുള്ള വലിയൊരു വർധനം, അത് ചെറിയൊരു മാറ്റം മാത്രമല്ല, വലിയ രീതിയിൽ കുറയുകയും മറ്റു സ്ഥലത്ത് വലിയ കൂടുകയും ചെയ്യുന്ന രീതിയിൽ ആ ഒരു വർഷം നമ്മൾ കേരളത്തിൽ മൊത്തത്തിലുണ്ടായിട്ടുള്ള ഒരു തരംഗം കൂടെ അത് ഒരു ഫാക്ടറും കൂടെ ആയിരുന്നില്ലേ? അല്ല, അതുണ്ട്. എങ്കിലും ഇത്ര വലിയൊരു വർധനവ് മറ്റു മണ്ഡലങ്ങളിലൊക്കെ അത് ഉണ്ടാണെങ്കിൽ എല്ലാ സ്ഥലത്തും അത് ഒരു നിലവിലുള്ളൊരു MP പരാജയപ്പെടുത്തുന്നത് 1,71,000 വോട്ടിൻ്റെ ഒരു ലീഡ്. അത് 58% വോട്ട് കൂടുകയാണ്, ഇവിടെ 32% കുറയുകയാണ്. അപ്പോൾ ആ ഒരു വലിയൊരു മാറ്റം അത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിൻ്റെ ജനകീയത അതേ അർത്ഥത്തിൽ നിലനിർത്താൻ വേണ്ടി സാധിക്കുമെങ്കിൽ അത് UDFനൊരു മുതൽക്കൂട്ടാവുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ വളരെ ശക്തമായ രാഷ്ട്രീയ പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. CPIക്കും വലിയ സ്വാധീനമുള്ളൊരു ജില്ലയാണ് പിന്നെ ഇടുക്കി ജില്ല എന്ന് പറയുന്നത്. നിയമസഭാ മണ്ഡലങ്ങളിൽ MLA മാർ അവർക്ക്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ വലിയ രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് ഇടുക്കിയിൽ ഇപ്പം ഒരു പ്രവചനാതീതം. അപ്പോൾ നമ്മൾ ഇത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ രാഷ്ട്രീയ ചിത്രം അത് നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ സത്താർ കുന്നിൽ ഏത് സ്ഥാനാർത്ഥിക്കാണ് ഒരു എഡ്ജ് നൽകുന്നത്? അല്ല, ഞാൻ ഈ പറഞ്ഞ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊരു വളരെ ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായിട്ടാണ് ഇടുക്കി തോന്നുന്നത്. നമുക്കൊരു ഏകപക്ഷീയമായൊരു വിജയം നമുക്ക് പിന്നെ പറയാൻ വേണ്ടി സാധിക്കില്ല. ഇത് ഒരു പ്രവചനാതീതമായൊരു മത്സരമായിരിക്കും. ഇടുക്കിയിൽ ശക്തമായൊരു മത്സരം നടക്കുന്നത്. കാരണം രാഷ്ട്രീയപരമായ ഒരു പോരാട്ടവും അതോടൊപ്പം തന്നെ ഈ MP ഒരു മികവും തമ്മിലുള്ള ഒരു മത്സരമായിട്ട് നമുക്ക് ഇടുക്കി മറ്റർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ വലിയ മുന്നോട്ട് വെക്കുന്ന വലിയ രാഷ്ട്രീയ നിലപാടും ആയിട്ടല്ല, അവിടെ MP എന്നുള്ള രീതിയിൽ ഡീൻ കുര്യാക്കോസ് നടത്തിയ പ്രവർത്തനങ്ങളും തീർച്ചയായിട്ടും വിലയിരുത്തപ്പെടും എന്നുള്ളതാണ്. എന്താണ് മധുവിൻ്റെ ഒരു ഒപ്പീനിയൻ? എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പം രാഷ്ട്രീയം ചർച്ച ചെയ്യുകയാണെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിന് ഇടുക്കിയിൽ വലിയ കാര്യമായ പ്രാധാന്യങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതായത് BJP രാഷ്ട്രീയത്തിന് അവിടെ കാര്യമായ അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ ഒരു 10% വരെയൊക്കെ അവരുടെ വോട്ട് വിഹിതം വർദ്ധിച്ചേക്കാം ഇൻ കേസ്. അതല്ലെങ്കിൽ ജോയ്സ് ജോർജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കേരള സംസ്ഥാന ഭരണത്തിൻ്റെ മികവും സംസ്ഥാനത്തെ ഭരണകൂടത്തിൽ നിന്ന് ഇടുക്കി ജില്ലയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടും കണക്കാക്കുകയാണെങ്കിൽ ജോയ്സ് ജോർജിൻ്റെ വോട്ട് വിഹിതം വർദ്ധിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഡീൻ കുര്യാക്കോസിൻ്റെ കരിഷ്മയെ തോൽപ്പിച്ച് അതിന് മുകളിലേക്ക് പോകാനുള്ള പവർ ജോയ്സ് ജോർജിനുണ്ടോ എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. റൈറ്റ്, ഏതായാലും നമുക്ക് വോട്ടർമാർക്ക് വിടാം. ഏതായാലും ജോയ്സ് ജോർജും മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ CPM ടിക്കറ്റിലാണ് ജോയ്സ് ജോർജ് മത്സരിക്കുന്നത്. ജോയ്സ് ജോർജിന് ഇടുക്കി ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിക്കാൻ സാധിക്കുമോ? ഡീൻ കുര്യാക്കോസ് തൻ്റെ സീറ്റ് നിലനിർത്തുമോ എന്നുള്ളതാണ് പ്രധാനമായും എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് ഈ പടിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആവേശച്ചൂടിലാണ്, പ്രചാരണത്തിൻ്റെ ആവേശച്ചൂടിലാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങളെല്ലാവരും. നമുക്ക് കാത്തിരിക്കാം. വിബ്ജിയോർ TVയുടെ വ്യൂ ഫൈൻഡർ മണ്ഡലങ്ങളിലൂടെ എന്ന പ്രത്യേക തെരഞ്ഞെടുപ്പ് അവലോകന പരിപാടി തുടരുകയാണ്. ഈ പരിപാടി ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ തത്സമയം സ്ട്രീം ചെയ്യുന്നുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാവുന്നതാണ്. മണ്ഡലങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തലുകളും കമൻറ്റുകളായി അയക്കാവുന്നതാണ്. IPTV പ്ലാറ്റ്ഫോമുകളിലും കേബിൾ TV നെറ്റ്വർക്കുകളിലും ഇപ്പോൾ ഈ പ്രോഗ്രാം തത്സമയം കാണാവുന്നതാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. റൈറ്റ്, വെൽക്കം ബാക്ക് ടു വ്യൂ ഫൈൻഡർ മണ്ഡലങ്ങളിലൂടെ. വളരുംതോറും പിളരുംതോറും വളരുകയും ചെയ്യുന്ന കേരള കോൺഗ്രസിൻ്റെയും KM മാണിയുടെയും തട്ടകം എന്നതിലുപരി റബ്ബർ രാഷ്ട്രീയം നിയന്ത്രിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് കോട്ടയം. ഏറ്റുമാനൂർ, കോട്ടയം, പുതുപ്പള്ളി, പാല, കടുത്തുരുത്തി, വൈക്കം, പിറവം എന്നീ നിയോജക മണ്ഡലങ്ങൾ ചേരുന്നതാണ് കോട്ടയം ലോക്സഭാ മണ്ഡലം. 4.5 പതിറ്റാണ്ടുകൾക്ക് ശേഷം
കേരള കോൺഗ്രസുകാർ തമ്മിലേറ്റുമുട്ടുന്നു എന്നതാണ് ഇത്തവണ കോട്ടയം ലോക്സഭാ നിയോജക മണ്ഡലത്തിലെ ഇലക്ഷൻ രംഗത്തെ ചൂടുപിടിപ്പിക്കുന്നത്. പരിചയസമ്പന്നരുടെ മത്സരം കൂടിയാണ് ഇത്തവണ. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥി സിറ്റിംഗ് MP കൂടിയായ തോമസ് ചാഴിക്കാടനാണെങ്കിൽ ജോസഫ് വിഭാഗം രംഗത്തിറക്കുന്നത് അതിലും പരിചയസമ്പന്നനായ മുൻ MP ഫ്രാൻസിസ് ജോർജിനെയാണ്. 1991 ഏറ്റുമാനൂരിൽ UDF സ്ഥാനാർത്ഥിയായിരിക്കെ പ്രചാരണത്തിനിടെ ഇടിമിന്നലേറ്റ് മരിച്ച ബാബു ചാഴിക്കാടൻ്റെ പിൻഗാമി എന്ന നിലയിൽ അപ്രതീക്ഷിതമായാണ് തോമസ് ചാഴിക്കാടൻ സ്ഥാനാർത്ഥിയായത്. പിന്നാലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് MLA ആവുകയും ചെയ്തു. കേരള കോൺഗ്രസ് സ്ഥാപക ചെയർമാനായിരുന്ന KM ജോർജിൻ്റെ മകൻ എന്ന മേൽവിലാസത്തിലാണ് ഫ്രാൻസിസ് ജോർജ് രംഗത്തിറങ്ങുന്നത്. കേരള കോൺഗ്രസുകളുടെ പിളർപ്പിന് ശേഷം 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാണി വിഭാഗത്തിന് അവരുടെ തട്ടകമായ പാല നഷ്ടപ്പെട്ടിരുന്നു. പാല നഷ്ടപ്പെട്ടിരുന്നെങ്കിലും മുന്നണി മാറ്റം നേട്ടമാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞതാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് ഫലം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF പക്ഷത്തായിരുന്ന കേരള കോൺഗ്രസ് കോട്ടയം മണ്ഡലത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു കയറിയത്. ഇക്കുറി മുന്നണി മാറി വീണ്ടും അതേ സ്ഥാനാർത്ഥി തന്നെ കളത്തിലിറങ്ങുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും അവർക്ക് ചിന്തിക്കാനാകില്ല. എന്താണ് സത്താർ, കോട്ടയത്ത് കേരള കോൺഗ്രസുകാർ തമ്മിലേറ്റുമുട്ടുന്നു. നേരത്തെ വലതു മുന്നണിയിൽ മത്സരിച്ച സ്ഥാനാർത്ഥി ഇപ്പോൾ ഇടത് പാളയത്തിൽ മത്സരിക്കുന്നു. കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കേരള കോൺഗ്രസിൻ്റെ ഒരു നിലനിൽപ്പിൻ്റെ ഒരു വിലയിരുത്തൽ കൂടിയായിട്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ, ഒന്ന് എല്ലാ അർത്ഥത്തിലും കെ എം മാണിക്ക് ശേഷം ജോസ് കെ മാണിയോട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ തീരുമാനങ്ങളോടൊപ്പം ഒപ്പം നിന്ന് തൻ്റെ MP സ്ഥാനം UDFൻ്റെ ബാനറിൽ ജയിച്ചതിന് ശേഷം പക്ഷേ ജോസ് കെ മാണി തീരുമാനം എടുത്തപ്പോൾ അദ്ദേഹത്തിനോട് ഉറച്ചു നിന്ന ഒരാളാണ് ചാഴിക്കാടൻ MP. അപ്പോൾ മറുഭാഗത്താണെങ്കിൽ ജോസഫ് വിഭാഗവുമായിട്ടുണ്ടായ പ്രശ്നത്തിൻ്റെ ഫലമായി ജോസഫ് വിഭാഗത്തിൽ നിന്നും മാറി കേരള കോൺഗ്രസ് സെക്യുലർ ആൻ്റണി രാജുവിൻ്റെ കേരള കോൺഗ്രസ് അവർ 3-4 കൂടി നേതൃത്വം നൽകിയ കേരള കോൺഗ്രസിലേക്ക് പോയി അവസാനം വീണ്ടും ജോസഫ് ഗ്രൂപ്പിലേക്ക് തിരിച്ചു വന്നു. ജോസഫ് സ്ഥാനാർത്ഥിയാണ് ഉണ്ടായത്. അപ്പോൾ ജോസഫ് ഗ്രൂപ്പിലേക്ക് തിരിച്ചു വന്നപ്പോൾ ജോസഫ് ഗ്രൂപ്പിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് അദ്ദേഹം സ്ഥാനാർത്ഥിയൊന്ന് പ്രതീക്ഷിച്ചതാണ്. UDFൻ്റെ ചെയർമാനും കൂടി മഞ്ഞക്കട. അപ്പോൾ അദ്ദേഹം ഇപ്പം രാജിവെച്ചു. അപ്പോൾ വളരെ പ്രതീക്ഷിച്ചുകൊണ്ട് ആളെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഫ്രാൻസിസ് ജോർജ് കടന്നു വന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFൻ്റെ വലിയൊരു തരംഗം ഉണ്ടായിട്ടുണ്ട്. ആ LDFൻ്റെ തരംഗം ഉണ്ടായപ്പോഴും കെ എം മാണിയുടെ ഗ്രൂപ്പ് ജോസ് കെ മാണിയുടെ വിഭാഗം LDFൽ വന്നിട്ടും ഈ കോട്ടയം ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലത്തിൽ ഒരു വലിയ ലീഡ് LDFന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ ആ നിയമസഭാ മണ്ഡലങ്ങൾ പരിശോധിച്ച് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ തോമസ് ചാഴിക്കാടൻ MP എന്നുള്ള രീതിയിൽ ആ മണ്ഡലം നടത്തിയ ഒരു പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ ഇടതു മുന്നണിയുടെ ഭരണവുമായി ബന്ധപ്പെട്ട് അവരുടെ നടത്തിയ സേവനം, ഇതൊക്കെ വലിയൊരു പിന്തുണ അദ്ദേഹത്തിന് കിട്ടും എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സ്വാഭാവികമായും LDFൽ മാണി ഗ്രൂപ്പിൻ്റെ എത്രമാത്രം ആക്സെപ്റ്റൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും മാണി ഗ്രൂപ്പിന് LDFുമായി യോജിച്ച് എല്ലാ 100% ഉണ്ടായിട്ടുള്ളതെന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളി മണ്ഡലം ഉമ്മൻചാണ്ടി മരണത്തിന് ശേഷം ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ UDFന് വലിയൊരു ലീഡ് നേടിക്കൊടുത്തിട്ടുണ്ട്. അത് ഈ കോട്ടയം മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അതൊക്കെ UDFനൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. അപ്പോൾ ഒരു വലിയൊരു ലീഡ് ഒരു വിഭാഗത്തിന് കിട്ടാൻ സാധ്യതയില്ലാത്ത രീതിയിലേക്ക് പോകുമ്പോൾ എൻ്റെ വിലയിരുത്തൽ മാണി ഗ്രൂപ്പിൻ്റെ ഒരു അഭിമാന പോരാട്ടം എന്നുള്ളത് അവരുടെ എല്ലാ അടവുകളും പ്രയോഗിച്ചുകൊണ്ട് അതോടൊപ്പം ഇടതു മുന്നണിയുടെ വലിയൊരു പിന്തുണയോടുകൂടി ഒരു മണ്ഡലം നിലനിർത്താനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികം കേരള ഭരണം കൂടി വിലയിരുത്തുന്ന രീതിയിലേക്ക് അവരുടെ മന്ത്രി ഉണ്ട്, മാണി ഗ്രൂപ്പിൻ്റെ മന്ത്രി LDFനോടൊപ്പമാണ്. ആ ഒരു അർത്ഥത്തിലുള്ളൊരു വിലയിരുത്തൽ കൂടി ഈ തെരഞ്ഞെടുപ്പ്. അത് പറഞ്ഞപ്പോഴാണ് ഈ മുന്നണി മാറുന്ന സമയത്തുണ്ടായിരുന്ന ഒരു ഊഷ്മളമായൊരു ബന്ധം ഇപ്പോൾ ഇടതു മുന്നണിയും മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും തമ്മിൽ ഇല്ലാത്ത, നമുക്ക് കഴിഞ്ഞ മാനവീയം സദസ്സിൽ നടന്ന ആ ഒരു വാർത്ത, മുഖ്യമന്ത്രി പ്രസംഗിക്കുന്ന സമയത്തുള്ള ആ ഒരു വിവാദം അത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ അതൊരു വിവാദമാണ്. അത് സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഒരു രീതിയുമായി ബന്ധപ്പെട്ട ഒരഭിപ്രായം മാത്രമല്ല. അത് മുന്നണിയിലെ ഒരു അസ്വാരസ്യങ്ങളായിട്ട് നമ്മൾ അതിനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് ആ രീതിയിൽ പ്രതിഫലിക്കാനുള്ള സാധ്യത മുന്നണി മാറ്റ സമയത്തുണ്ടായിരുന്ന അതേ ബന്ധം തുടരുന്നു എന്ന് തന്നെ. തീർച്ചയായിട്ടും അവർ അതിനേക്കാൾ ശക്തമായിട്ട് മാണി ഗ്രൂപ്പ് LDFനോടൊപ്പം നിൽക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുക. കാരണം അവരുടെയും കൂടി ഒരു നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് ജോസഫാണോ മാണി ഗ്രൂപ്പാണോ ഏറ്റവും വലിയ ശക്തി എന്നുള്ളത് തെളിയിക്കാനുള്ള ഒരു അവസരം കൂടിയാണുള്ളത്. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ്
ജേക്കബ് വിഭാഗവും പിറവം മണ്ഡലം ഈ കോട്ടയത്തിൻ്റെ ഭാഗമായിട്ടാണ്. അവിടെ ഓരോ കേരള കോൺഗ്രസിൻ്റെയും MLA-മാരുടെ മണ്ഡലങ്ങൾ എത്രമാത്രം ഭൂരിപക്ഷം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ആ കേരള കോൺഗ്രസുകളെ വിലയിരുത്തപ്പെടാനുള്ള സാധ്യത. അതുകൊണ്ട് അവരെല്ലാവരും എല്ലാ അടവുകളും പ്രയോഗിക്കും. ഇടതുമുന്നണിയിൽ വളരെ നല്ല രീതിയിലൊരു ബന്ധമാണ് മാണി ഗ്രൂപ്പ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. അതേപോലെ ജോസഫ് ഗ്രൂപ്പിലും പ്രശ്നങ്ങളുണ്ട്. നേരത്തെ സൂചിപ്പിക്കൊണ്ട് അവരുടെ ജില്ലാ പ്രസിഡന്റ് അടക്കം രാജിവെക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് ജോസഫ് ഗ്രൂപ്പിൽ ഒരു തിരിച്ചടിയാകുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മധു, തുഷാർ വെള്ളാപ്പള്ളി ആണ് NDAക്ക് വേണ്ടി കളത്തിലിറങ്ങുന്നത്. തുഷാർ ഏതെങ്കിലും തരത്തിൽ ചലനമുണ്ടാക്കുമോ അവിടെ? തുഷാർ വെള്ളാപ്പള്ളി അവിടെ 2 കേരള കോൺഗ്രസുകൾക്ക് എതിരെ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ തുഷാറിൻ്റെ പവർ നടന്നു കരുതിയാൽ അദ്ദേഹം രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച ആളാണ്. പിന്നെ 2 കേരള കോൺഗ്രസുകൾക്കെതിരെ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ചോളം അത് വലിയ പ്രധാനപ്പെട്ട കാര്യമൊന്നുമല്ല, വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമൊന്നുമല്ല. അദ്ദേഹം എവിടെയും മത്സരിക്കാൻ തയ്യാറാണ്. BDJSൻ്റെ ലേബലിലാണ് അദ്ദേഹം എവിടെയും മത്സരിക്കാൻ തയ്യാറാണ്. SNDP യോഗത്തിൽ ശ്രീനാരായണീരിൽ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഒരു പെനിട്രേഷന് വേണ്ടിയിട്ട് BJP ബോധപൂർവം സൃഷ്ടിച്ച ഒരു ബലൂൺ ഫിഗറാണ് തുഷാർ വെള്ളാപ്പള്ളി. തുഷാറിൻ്റെ സാന്നിധ്യം ഈ 2 മുന്നണികളുടെയും വോട്ട് ഏതെങ്കിലും തരത്തിൽ വോട്ടിൽ വിള്ളലുണ്ടാക്കുന്ന സാധ്യതയുണ്ടോ? ഒരു കടുത്തൊരു മത്സരം നടക്കുന്നുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കുമ്പോൾ സ്വാഭാവികം അവരുടെ അത് അത്ര വലിയൊരു സ്വാധീനം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല. അവരുടെ വോട്ട് ഒരു 5% രീതിയിൽ BJPയുടെയും NDAയുടെ വോട്ട് എല്ലാ സ്ഥലത്തും വർദ്ധിക്കുന്നുണ്ട്. ആ രീതിയിൽ ചെറിയൊരു വർധന ഉണ്ടാവുന്നല്ലാതെ ഇതിനെ ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന ഒരു ഇടപെടലായിട്ട് അത് ഉണ്ടാവാനുള്ള സാധ്യത. BJP എത്രമാത്രം BJDSന് പിന്തുണ നൽകുന്ന വലിയൊരു ചോദ്യം കൂടിയുണ്ട്. കാരണം അങ്ങനെ BJDSനെ വളരാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞു BJDSന് അങ്ങനെ വളരാൻ BJPക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അവർക്ക് ഉപയോഗിക്കപ്പെടാനുള്ള ഈഴവ വോട്ടുകളിലേക്ക് ഒരു പെനിട്രേഷൻ വേണം, അത്രേ ഉള്ളൂ. റൈറ്റ്. ഇപ്പോൾ അസീസ് തിക്കോടി, നമ്മുടെ ന്യൂസ് എഡിറ്റർ അസീസ് തിക്കോടി, അദ്ദേഹം നാട്ടിലാണ്, അദ്ദേഹം ചേരുന്നുണ്ട്. അസീസ് തിക്കോടി കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ. അസീസ്, നമ്മളിപ്പോൾ വ്യൂ ഫൈൻഡർ ഈ ഫ്ലോർ താങ്കളെ മിസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഒന്നിച്ചിരുന്നായിരുന്നു പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നാട്ടിലാണ്, വെക്കേഷനാണ്. വെക്കേഷനൊക്കെ എങ്ങനെ പോകുന്നു? വെക്കേഷനൊക്കെ സുഖമായിട്ട് പോകുന്നു. പക്ഷേ പൊരിഞ്ഞ ചൂടാണ്. വറുതി ഇലക്ഷൻ ചൂടും അന്തരീക്ഷത്തിന്റെ ചൂടും ഒക്കെ കൂടി വളരെ എന്താ പറയാ, നമ്മളൊക്കെ വറുതിയിലിട്ട മാതിരിയാണ് ഇപ്പൊ ഇവിടെ ഉള്ള ഒരവസ്ഥ. നല്ല ചൂടാണ്. സ്ഥാനാർത്ഥികളൊക്കെ പ്രചരണത്തിലും പര്യടനത്തിലൊക്കെ ആണെങ്കിലും മൊത്തത്തില് നല്ല രാഷ്ട്രീയ പോരാട്ടം നടക്കുകയാണ് കേരളത്തില്. നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 2 മുന്നണികളും വളരെ ശക്തമായിട്ടുള്ള പോരാട്ടം കാഴ്ചവെക്കുന്നുണ്ട്. ചില മണ്ഡലങ്ങൾ ഇപ്പോൾ കോട്ടയം മണ്ഡലത്തിലെ കേരള കോൺഗ്രസ്സുകാർ തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിൻ്റെ സാധ്യതകളും സാഹചര്യങ്ങളും ഒക്കെയാണ്. സത്താർകുന്നിലും മധു നായരുമാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഫ്ലോറിലുള്ളത്. എന്താണ് കോട്ടയത്തെക്കുറിച്ച് അസീസ് തിക്കോടി താങ്കളുടെ ഒരു വിലയിരുത്തൽ? കോട്ടയം നേരത്തെ പറഞ്ഞതുപോലെ 2 കേരള കോൺഗ്രസ് തമ്മിലുള്ള ഒരു ശക്തമായ മത്സരം തന്നെയാണ് നടക്കുന്നത്. മാണി ഗ്രൂപ്പ് ഇടതുപക്ഷത്തേക്ക് മാറിയതോടും ഇടതുപക്ഷത്തിന് ഒരു മേൽക്കൈ ഉണ്ട് എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ കോട്ടയം എന്നും നമുക്കറിയാവുന്നത് പോലെ ഒരു ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പം നിന്നിരുന്ന ഒരു മണ്ഡലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ കഴിഞ്ഞ മാണി ഗ്രൂപ്പ് ഇവിടുത്തെ ഇടതുപക്ഷത്തേക്ക് മാറിയതിനു ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാണി ഗ്രൂപ്പിന് നഷ്ടമായ സീറ്റുകളൊക്കെ ഉണ്ട്. സിറ്റിംഗ് സീറ്റ് പോലും നഷ്ടമായതുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോ തീർച്ചയായിട്ടും ഒരു നല്ല മത്സരം നടക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും എന്നതുപോലെ കോട്ടയത്തും നല്ല മത്സരം നടക്കുന്നുണ്ട്. ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങൾ 2 ഭാഗത്തും നടക്കുന്നുണ്ട്. ഇതിനിടയിൽ BDJSന്റെ തുഷാർ വെള്ളാപ്പള്ളി പേരിന് അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും ഒരു അടിയൊഴുക്കുണ്ടാക്കാൻ മാത്രം കെൽപ്പുള്ളതല്ല BDJSന്റെ സ്ഥാനാർത്ഥിത്വം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ചില സംഘപരിവാറിനൊപ്പം ചില ക്രിസ്ത്യൻ സംഘടനകൾ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ പുറത്തേക്കുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസത്തെ ദീപിക പത്രത്തിന്റെ മുഖപ്രസംഗമൊക്കെ നമ്മൾ വായിച്ചതാണ്. തീർച്ചയായിട്ടും അത്തരം ക്രിസ്ത്യൻ വോട്ടുകൾ സംഘപരിവാർ ഭാഗത്തേക്ക് BJP ഭാഗത്തേക്ക് നീങ്ങില്ല എന്നുള്ളതാണ് ദീപിക പറയുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു ഇടതുപക്ഷവും ഐക്യജനാധിപത്യ മുന്നണിയും തമ്മിലുള്ള ഒരു പോരാട്ടം തന്നെയാണ് കോട്ടയത്തും നടക്കുന്നത്, കേരളത്തിൽ എല്ലായിടത്തും പോലെ. അത് എങ്ങോട്ട് ചായും എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പ്രവചനാതീതമാണ്. ശക്തമായ മത്സരം തന്നെയാണ് 2 ഭാഗത്തും നടക്കുന്നത്. റൈറ്റ്. കേരളത്തിൽ വളരെ ശക്തമായി 2 മുന്നണികളും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കോട്ടയം.
കേരള കോൺഗ്രസ്സുകാർ മുഖാമുഖം പോരടിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമുക്ക് അടുത്തതായിട്ട് നമുക്ക് പത്തനംതിട്ട ജില്ല കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അസീസ് തിക്കോടി, താങ്കൾക്ക് തിരക്കില്ലെങ്കിൽ അല്പസമയം കൂടി ലൈനിൽ തുടരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മളേതായാലും കോട്ടയം ലോക്സഭാ നിയോജക മണ്ഡലത്തിലെ കോട്ടയത്തെ മത്സരത്തെപ്പറ്റി എനിക്കൊരു കമൻറ്റ് പറയാനുണ്ട്. അത് പറയാതെ നിങ്ങളെ ഞാൻ വിടില്ല. തീർച്ചയായും പറഞ്ഞോളൂ. കേരള കോൺഗ്രസ് രൂപീകൃതമായത് മുതൽ യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ കേരള കോൺഗ്രസിൻ്റെ ചിഹ്നമായിരുന്നു 2 ഓക്കെ. ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾ, സാധാരണ വോട്ടർമാർ ടോട്ടൽ കൺഫ്യൂഷനിലാണ്. ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞു കിടക്കുക. എന്താ കാര്യം എന്നറിയോ? ഈ തോമസ് ചാഴിക്കാരൻ്റെ ഏത് മുന്നണിയാ, ഏത് പാർട്ടിയാ? ചിഹ്നം 2 തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. കോട്ടയത്തെ മത്സരം ബേസിക്കലി ചിഹ്നങ്ങൾ തമ്മിലുള്ള മത്സരമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏത് രാഷ്ട്രീയക്കാരൻ തോമസ് ചാഴിക്കാടന് മുൻതൂക്കം ഉണ്ടാവുന്നതാണ് നിങ്ങൾ പറയുന്നത്. തോമസ് ചാഴിക്കാടൻ തന്നെ ജയിക്കാൻ പോകുന്നുള്ള അവിടെ നിങ്ങൾ ബെറ്റ് വെച്ചു. അല്ല, ഞാനൊരു വ്യക്തിപരമായ ആഗ്രഹം അതാണ്. പക്ഷേ കാരണം എന്താണെന്ന് വെച്ചാൽ 2 ചിഹ്നത്തിൽ മത്സരിക്കുന്നതിനാണ് കേരള കോൺഗ്രസ്സുകാരൻ. അതാണ് കോട്ടയത്തുകാരുടെ ധാരണ. കോട്ടയത്ത് നിന്നാണ് കേരള കോൺഗ്രസ് ഉണ്ടായതും പിറവിയെടുത്തതും വളർന്നതും പിളർന്നതും എല്ലാം കോട്ടയത്ത് നിന്നാണ്. അതിന് ഒരു വ്യത്യാസമുണ്ട്. അസീസ് തിക്കോടിക്ക് അതിലെന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനുണ്ട്? പറഞ്ഞോളൂ അസീസ്. അല്ല, ഒരു ചിഹ്നം നോക്കി വോട്ട് ചെയ്യുന്ന ഒരു കാലമൊക്കെ നമ്മൾ കഴിഞ്ഞു. രാഷ്ട്രീയമായിട്ട് വളരെ പ്രബുദ്ധമായ ഒരു മണ്ഡലം കൂടിയാണ് കോട്ടയം എന്ന് പറയുന്നത്. അതൊരു ചിഹ്നത്തിൽ ആര് മത്സരിച്ചാലും ജയിക്കും എന്നുള്ള ഒരു പ്രതീതിയൊക്കെ പണ്ടുണ്ടായിരുന്നു. മാണി സാറൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് മാണി സാർ എന്നുള്ള ഒരു വലിയൊരു കൽപ്പവൃക്ഷം അവിടെ ഉണ്ടായിരുന്നു. കെ എം മാണി എന്ന് പറയുന്ന വലിയൊരു വൃക്ഷം. അതിന്റെ തണലിൽ വന്ന 2 അപ്പോ 2 മാറി. അത് തീർച്ചയായിട്ടും 2 എന്ന് പറയുന്നത് ഒരു ചിഹ്നം മാറുമ്പോൾ തീർച്ചയായിട്ടും കെ എം മാണി സാർ ഇല്ലാത്ത മാണി ഗ്രൂപ്പാണ്. അത് ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു 2 ഉള്ളത് കൊണ്ട് മാത്രം തോമസ് ചാഴിക്കാടൻ ജയിച്ചു കൊള്ളണം എന്നില്ല എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. റൈറ്റ്. അതായത് പിന്നെ ഇല ഒരിക്കലും സ്വാധീനിക്കില്ല. വേറൊരു കാര്യം, ഞാനും ഈ വ്യക്തിപരമായിട്ട് മധു പറഞ്ഞതിനോട് എനിക്ക് വളരെ സന്തോഷമാണെങ്കിലും, പക്ഷെ എൻ്റെ ഒരു ഇതിൽ വിലയിരുത്തൽ കേരള കോൺഗ്രസ് ജോസഫിന് ഒരു മുൻതൂക്കമുള്ള ഒരു മണ്ഡലമായിട്ടാണ് ഞാൻ കോട്ടയത്തെ അത് പറയാൻ വരട്ടെ. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. കോട്ടയത്തെ രാഷ്ട്രീയം റബ്ബർ ബേസ്ഡ് ആണ്. റബ്ബറൊന്നും വിലയില്ലല്ലോ ഇപ്പോൾ. റബ്ബറിന് 300 രൂപ ആക്കി കൊടുക്കാമെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരു BJP MP ഞങ്ങൾ തരാമെന്ന് പറഞ്ഞ ആൾക്കാരുടെ നാടാണ്. ആണല്ലോ? അല്ല, അതൊന്നും അവര് തന്നെ മാറ്റി പറഞ്ഞിട്ടുണ്ട്. ആര് വേണമെങ്കിൽ മാറ്റി പറഞ്ഞോട്ടെ. ഈ അടുത്തിടെ 10 രൂപയെങ്കിലും റബ്ബറിന് കൂട്ടിക്കൊടുത്തതാരാ? സംസ്ഥാന സർക്കാരാണ്. ആണല്ലോ? അല്ല, കർഷകരോടൊപ്പം നിന്നിട്ടുണ്ട്. അവരെ പ്രതിനിധീകരിക്കുന്നത് ആരാണ്? പ്രത്യേകിച്ച് 2 ചിഹ്നത്തിൽ ആരാണ്? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കണ്ണുമടച്ച് പറയാം, എഡ്ജ്. ഓക്കെ, ബെറ്റ് അടിക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞത്. നിങ്ങൾ അതിന്റെ അല്ല, ബെറ്റ് നമുക്ക് പ്രോഗ്രാം കഴിഞ്ഞിട്ട് നോക്കാം. ഏതായാലും നമുക്ക് കഴിഞ്ഞ 2009 തെരഞ്ഞെടുപ്പിന്റെ ഒരു സ്ഥിതിവിവര കണക്കുകൾ. അതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഒരു മിനിറ്റ്, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. കോട്ടയത്തുകാരാ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദകർ, റബ്ബർ കർഷകർ കോട്ടയത്തുകാരാ. ആ റബ്ബറിന് വിലയിടുന്നത് സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ അല്ല, കോട്ടയത്തുകാർ തന്നെയാണ്. MRFന്റെ മുതലാളി പോലുള്ള ആൾക്കാരാണ് റബ്ബറിന്. റൈറ്റ്. കഴിഞ്ഞ 2009 തെരഞ്ഞെടുപ്പ് സാഹചര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. 2009 അന്ന് ജോസ് കെ മാണി, കേരള കോൺഗ്രസ് അദ്ദേഹം UDF പാളയത്തിലായിരുന്നു. മൊത്തം നേടിയ വോട്ടുകൾ 4,04,962. അദ്ദേഹത്തിന് അന്ന് ജയിച്ചു കയറിയത് 1570 വോട്ടിനാണ്. അഡ്വക്കേറ്റ് സുരേഷ് കുറുപ്പായിരുന്നു CPM സ്ഥാനാർത്ഥി. 3,33,392 അദ്ദേഹത്തിൻ്റെ വോട്ട് വിഹിതം 36.62. അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി ആയിരുന്നു BJPയുടെ സ്ഥാനാർത്ഥി. 37,422 വോട്ടുകളാണ് അദ്ദേഹം നേടിയത്. 4% വോട്ട് നിരക്ക്. 2014 വരുമ്പോൾ UDF ജയിച്ചു കയറിയത് 1,20,599 വോട്ടിനാണ്. ജോസ് കെ മാണി തന്നെ 2ാം തവണയും വിജയിച്ചു. 4,24,194 വോട്ടായിരുന്നു അദ്ദേഹം നേടിയത്. വോട്ട് ശതമാനം 46.6. അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് ജനതാദൾ സെക്യുലർ ടിക്കറ്റിലായിരുന്നു അദ്ദേഹം മത്സരിച്ചത്. 3,03,595 വോട്ട്. 33.35% വോട്ട് വിഹിതം അദ്ദേഹത്തിന് ഉണ്ടായി. അഡ്വക്കേറ്റ് നോബിൾ മാത്യു സ്വതന്ത്ര സ്ഥാനാർത്ഥി NDAക്ക് വേണ്ടി
44,357 വോട്ടുകളാണ് അദ്ദേഹം നേടിയത്. 4.87% വോട്ട് നിരക്ക്. നമ്മൾ പരാമർശിക്കാതെ പോയൊരു കാര്യം, ആ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ആം ആദ്മി പാർട്ടിയുടെ ഒരു സാന്നിധ്യം, അനിൽ ഐക്യർ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി 26,388 വോട്ടുകൾ അവിടെ നേടി. ചെറിയൊരു ശതമാനമാണെങ്കിലും വോട്ട് ഒരു ശേഖരിക്കാൻ അവർക്ക് കഴിഞ്ഞു, ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചു എന്നുള്ളതാണ്. നമ്മൾ 2019 കഴിഞ്ഞ ടേമിലേക്ക് വരികയാണെങ്കിൽ UDF 1,06,259 വോട്ടിനാണ് ജയിച്ചത്. സിറ്റിംഗ് MP തോമസ് ചാഴിക്കാടൻ ഇപ്പോൾ മത്സരരംഗത്തുള്ള അദ്ദേഹമാണ്. കോൺഗ്രസ് എം ടിക്കറ്റിൽ മത്സരിച്ചത്, പക്ഷേ അന്ന് അദ്ദേഹം UDF പാളയത്തിലായിരുന്നു. 4,21,046 വോട്ടുകളാണ് അദ്ദേഹം നേടിയത്. 46.25% വോട്ട് വിഹിതം. VN വാസവൻ CPM-ന് വേണ്ടി കളത്തിലിറങ്ങിയപ്പോൾ അതെ മുൻ മന്ത്രി കൂടിയായ മന്ത്രി കൂടിയായ VN വാസവൻ 3,14,787 വോട്ടുകളാണ് രണ്ടാം സ്ഥാനത്തുള്ള അദ്ദേഹം നേടിയത്. 34.58% വോട്ട് വിഹിതം. PC തോമസ് കേരള കോൺഗ്രസ് NDA-യുടെ പിന്തുണയോടെ BJP പിന്തുണയോടെ അദ്ദേഹത്തിന് 1,55,135 വോട്ടുകളാണ് സമാഹരിക്കാൻ കഴിഞ്ഞത്. 17% വോട്ട് ശതമാനം ഉയരുന്നതാണ് നമ്മൾ കാണുന്നത് മൂന്നാം കക്ഷിക്ക് ആ സമയത്ത്. ഇതാണ് കോട്ടയം ജില്ലയിലെ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലെ ഒരു സാഹചര്യം. അപ്പോൾ PC ജോർജിന്റെ സ്വാധീനം എന്തെങ്കിലും ഇവിടെ എവിടെയെങ്കിലും? PC ജോർജിനെ നേരത്തെ ഇങ്ങനെ PC ജോർജ് അവിടെ NDA ടിക്കറ്റിൽ മത്സരിക്കുമെന്നുള്ള ഒരു വാർത്തകളും അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് പൂഞ്ഞാർ മണ്ഡലം ഉൾപ്പെടുന്നതാണ്. പക്ഷേ അദ്ദേഹം മത്സരിക്കുമെന്നുള്ള അദ്ദേഹം ആയിരിക്കും NDA സ്ഥാനാർത്ഥി എന്നുള്ള സൂചനകളൊക്കെ വന്നിരുന്നു. PC ജോർജ് BJP-യിലേക്ക് ചേക്കേറിയതോടുകൂടി അദ്ദേഹത്തിന്റെ കോട്ടയത്തുള്ള എല്ലാ സ്വാധീനവും നഷ്ടപ്പെട്ടു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം അതുകൊണ്ട് തന്നെയാണ് BJP ഒരു സ്ഥാനാർത്ഥി. അതാണ് PC ജോർജിന് നേരത്തെ ന്യൂനപക്ഷങ്ങളുടെ വലിയൊരു പിന്തുണ ഉണ്ടായിരുന്നു. അദ്ദേഹം പൂഞ്ഞാറിൽ വിജയിച്ചത് തന്നെ മുസ്ലിം ന്യൂനപക്ഷങ്ങളടക്കം വലിയ പിന്തുണയോട് കൂടിയായിരുന്നു. NDA-യിലേക്ക് പോയതോടുകൂടി ആ സ്വാധീനം നാട്ടിൽ തന്നെ നഷ്ടപ്പെടുന്നതാണ്. അതിപ്പം ഒരു സ്വാധീനം ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല. NDA-ക്ക് വലിയ ഗുണമുണ്ടാവാനുള്ള സാധ്യതയില്ല PC ജോർജിന്റെ സാന്നിധ്യം. SDP-യുടെ മാത്രമല്ല, കേരള BJP-യിലെ KJP-യിലെ പ്രധാന ഘടകകക്ഷിയായ BDJS-ന്റെ പ്രമുഖർക്കെതിരെ PC ജോർജ് വാവിട്ട വിളിച്ചത് അത് അദ്ദേഹത്തിന് BDJS-ലും ശ്രീനാരായണീർക്കും ഇടയിലുള്ള പിന്തുണ കൂടി നഷ്ടപ്പെടുത്താനിടയാക്കി. അപ്പോൾ നമ്മൾ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്തത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സത്താറിൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്തായിരിക്കും ഒരു കോട്ടയത്തിൻ്റെ ഒരു ചിത്രം നമ്മൾ ഒന്ന് വിലയിരുത്തുമ്പോൾ ഒരു എഡ്ജ് ഏത് സ്ഥാനാർത്ഥിക്കാണ് കാണുന്നത്? ഞാൻ നേരത്തെ പക്ഷേ എനിക്കതൊരു പറയുന്നതിൽ പ്രയാസമുണ്ട്. കാരണം എൻ്റെ ഒരു വ്യക്തമായിട്ടത് പറയാൻ വേണ്ടി പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. മധു പറഞ്ഞത് നമ്മൾ നേരത്തെ സൂചിപ്പിക്കപ്പെടുന്നത് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. കാര്യം കേരള എനിക്കൊരു ചെറിയൊരു മുൻതൂക്കം UDF സ്ഥാനാർത്ഥിക്ക് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നമ്മൾ ഇപ്പോൾ വിബ്ജിയോർ TV-യുടെ വ്യൂ ഫൈൻഡർ മണ്ഡലങ്ങളിലൂടെ എന്ന പ്രത്യേക തെരഞ്ഞെടുപ്പ് അവലോകന പരിപാടിയിലാണ്. പരിപാടി ഫേസ്ബുക്ക് പേജിലൂടെ തത്സമയം കാണാവുന്നതാണ്. വിബ്ജിയോർ TV-യുടെ IPTV പ്ലാറ്റ്ഫോമുകളിലും കേബിൾ നെറ്റ്വർക്കുകളിലും ഈ പരിപാടി ഇപ്പോൾ തത്സമയം കാണാവുന്നതാണ്. നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഫേസ്ബുക്ക് പേജിലൂടെ കമൻറ്റുകളായിക്കൊണ്ട് പ്രതികരണങ്ങൾ അറിയിക്കാവുന്നതാണ്. ഈ 3 മണ്ഡലങ്ങൾ നമ്മൾ ഇന്ന് 3 മണ്ഡലങ്ങളാണ് പരിശോധിക്കുന്നത്. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം. ഇപ്പോൾ നമ്മൾ ഇടുക്കിയും പത്തനംതിട്ടയും കോട്ടയം അവസാനിച്ചു. ഇടുക്കിയും കോട്ടയവും നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്ത് കോട്ടയമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 2 മണ്ഡലങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയിരുത്തലുകൾ എന്തായിരിക്കും? അവിടുത്തെ ഒരു രാഷ്ട്രീയ ഭാവി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലം എന്തായിരിക്കുമെന്നുള്ള നിങ്ങളുടെ പ്രവചനങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സാധ്യതകൾ, ജയപരാജയ സാധ്യതകളൊക്കെ കമൻറ്റുകളായി അറിയിക്കുക. അതോടൊപ്പം വരും ദിവസങ്ങളിലും നമ്മൾ വിവിധ മണ്ഡലങ്ങളിൽ കേരളത്തിൻ്റെ 20 മണ്ഡലങ്ങളിലൂടെയും ഈ ഒരു അവലോകനം നടത്തുന്നതായിരിക്കും. രാഷ്ട്രീയ ചിത്രം പരിശോധിച്ചുകൊണ്ടുള്ള കഴിഞ്ഞ ദിവസം നമ്മൾ തിരുവനന്തപുരത്തു നിന്നാണ് യാത്ര തുടങ്ങിയത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം എന്നീ ലോക്സഭാ മണ്ഡലങ്ങളാണ് നമ്മൾ പരിശോധിച്ചത്. ഏതായാലും അടുത്തതായി നമുക്ക് പൂഞ്ഞാർ, പിന്നെ പത്തനംതിട്ട മണ്ഡലത്തിലാണ്, കോട്ടയം മണ്ഡലത്തിലല്ല പൂഞ്ഞാർ. റൈറ്റ്, യെസ്. അപ്പോൾ ഏതായാലും നമ്മൾ പത്തനംതിട്ട മണ്ഡലത്തിലേക്ക് വരാം. ഒരു ചെറിയ ഇടവേള. PC ജോർജ് പത്തനംതിട്ടയിലാണ് മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചത്. റൈറ്റ്, വെൽക്കം ബാക്ക് ടു വിബ്ജിയോർ വ്യൂ ഫൈൻഡർ മണ്ഡലങ്ങളിലൂടെ പ്രത്യേക ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 അവലോകന പരിപാടി. നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഇടുക്കി,
കോട്ടയം ലോക്സഭാ മണ്ഡലങ്ങളിലെ സാഹചര്യങ്ങളും രാഷ്ട്രീയ ചിത്രങ്ങളുമായിരുന്നു. ഇനിയിപ്പോൾ പത്തനംതിട്ട നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പത്തനംതിട്ടയ്ക്ക് ഒരുപാട് സവിശേഷതകളുണ്ട്. ഈ രാഷ്ട്രീയമായി പറയുകയാണെങ്കിൽ 2009 പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം രൂപീകരിക്കപ്പെടുന്നത്. കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, പത്തനംതിട്ട ജില്ലയിലെ തിരുവനന്തപുരം, റാന്നി, ആറന്മുള, കോന്നി, അടൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പത്തനംതിട്ട ലോക്സഭാ നിയോജക മണ്ഡലം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും പത്തനംതിട്ട വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. പ്രചാരണത്തിൻ്റെ അവസാന ലാപ്പിലാണ് ഇപ്പോൾ പത്തനംതിട്ട മണ്ഡലത്തിലെ ജനങ്ങൾ, അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയിലെ രാഷ്ട്രീയ പ്രവർത്തകരും മുന്നണിയിലെ സ്ഥാനാർത്ഥികളുമൊക്കെ. മണ്ഡല രൂപീകരണത്തിന് ശേഷം നടന്ന 3 തെരഞ്ഞെടുപ്പുകളിലും UDF സ്ഥാനാർത്ഥിയായ ആന്റോ ആന്റണിയാണ് പത്തനംതിട്ടക്കാർ ലോക്സഭയിലേക്ക് അയച്ചത്. പത്തനംതിട്ട ലോക്സഭാ നിയോജക മണ്ഡലം എന്നാൽ ആന്റോ ആന്റണി എന്ന് പറയുന്ന തരത്തിലേക്കായിരുന്നു കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലെയും ഫലം വന്നപ്പോൾ നമ്മൾ കണ്ടത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനു വേണ്ടി നിലവിലെ സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജാണ് മത്സരിച്ചത്. ശബരിമല വിഷയവും പ്രതിഷേധങ്ങളും അലയടിച്ച തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടി സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ തന്നെ രംഗത്തെത്തുകയുണ്ടായി. ഫലം വന്നപ്പോൾ 44,243 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ആന്റോ ആന്റണി ഹാട്രിക് അടിച്ചു. മൂന്നാം ഊഴത്തിൽ 3,80,927 വോട്ടുകളാണ് ആന്റോ ആന്റണിയുടെ ചിഹ്നത്തിൽ പതിഞ്ഞത്. രണ്ടാം സ്ഥാനത്തായ വീണ ജോർജിന് 3,36,684 വോട്ട് ലഭിച്ചപ്പോൾ K. സുരേന്ദ്രൻ 2,97,396 വോട്ടുമായി BJPയുടെ നില മെച്ചപ്പെടുത്തി. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആധിപത്യം ലോക്സഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസിൻ്റെ ആധിപത്യമാണെങ്കിലും ലോക്സഭയിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ്സാണ് വിജയിച്ചതെങ്കിൽ ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ 7 ഇടങ്ങളിലും LDFനാണ് പ്രാതിനിധ്യം. സിറ്റിംഗ് MP ആയ ആന്റോ ആന്റണി തന്നെയാണ് ഇത്തവണയും UDFന് വേണ്ടി അംഗത്തട്ടിലുള്ളത്. 4ാം ഊഴത്തിൽ ആന്റോ ആന്റണിയിൽ നിന്ന് മണ്ഡലം തിരിച്ചുപിടിക്കാൻ LDF രംഗത്തിറക്കിയിരിക്കുന്നത് CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ ഡോക്ടർ തോമസ് ഐസക്കിനെയാണ്. അതോടൊപ്പം തന്നെ വളരെ ഈ പത്തനംതിട്ട ജില്ലയെ വാർത്തകളിൽ നിറഞ്ഞതാക്കുന്നത് അല്ലെങ്കിൽ മത്സരത്തെ ശ്രദ്ധേയമാക്കുന്നത് ദേശീയ തലത്തിൽ തന്നെ പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പിനെ ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് മുതിർന്ന കോൺഗ്രസ് നേതാവായ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി BJP ടിക്കറ്റിൽ അവിടെ മത്സരിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ 2 ആന്റണിമാരും ഒരു ഐസക്കും തമ്മിലുള്ള പോരാട്ടത്തിനാണ് പത്തനംതിട്ട സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. എന്താണ് ആന്റോ ആന്റണി ഹാട്രിക്കും കഴിഞ്ഞ് 4ാം ഊഴത്തിലേക്ക് എത്തുമോ സത്താർ? വളരെ കൃത്യമായൊരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട എന്ന് പറയുന്നത്. പത്തനംതിട്ടയിൽ കഴിഞ്ഞ പ്രാവശ്യം ശബരിമല വലിയ രീതിയിലുള്ള കേരളത്തിലാകമാനം സ്വാധീനം ചെലുത്തിയ പോലെ പ്രത്യേകിച്ച് ശബരിമല പത്തനംതിട്ടയിൽ ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് കഴിഞ്ഞ വർഷം ഇടതുപക്ഷം പരാജയപ്പെട്ടത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആന്റണി 3 പ്രാവശ്യം MP ആയിട്ടും ആ മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ അത്രമാത്രം സംതൃപ്തരല്ലാത്ത ആളുകൾ എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടുത്തെ ആന്റണിയുടെ പ്രചരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ പ്രതികരണം കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ പാസ്സാക്കിക്കുന്നതിന് വേണ്ടി MPയുടെ ഇടപെടലുകളും വളരെ കുറവായിരുന്നു എന്നുള്ളതും മണ്ഡലത്തിൽ MPയുടെ സ്വാധീനം അത്ര വലുതായിട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതുമാണ് പൊതുവായിട്ടുള്ള ഒരു വിലയിരുത്തലുണ്ടാകും. മാത്രമല്ല കോൺഗ്രസ്സിലെ പ്രശ്നങ്ങളും അവിടെ പൊതുവായിട്ട് കേരളത്തിൽ അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ UDFൽ വലിയ പ്രശ്നങ്ങളില്ലെങ്കിലും ആന്റോ ആന്റണിക്കെതിരായ ഒരു വികാരം ആ മണ്ഡലത്തിൽ മറിച്ച് CPMൻ്റെ സ്ഥാനാർത്ഥി അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രസ്റ്റീജ് ഒരു മണ്ഡലമായിട്ട് CPM കാണുകയും CPMൻ്റെ ഇടതുപക്ഷത്തിന് ഒരു വിജയസാധ്യതയുള്ള ഒരു മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട എന്ന് പറയുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ നേരത്തെ ഇവിടെ സൂചിപ്പിക്കുന്ന 7 മണ്ഡലങ്ങൾ ഏകദേശം 75,000-ഓളം വോട്ടിൻ്റെ ലീഡ് നിയമസഭയിൽ LDFനുണ്ട്. മാത്രമല്ല ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അവരുടെ ഒരു വളരെ ശക്തിയുള്ള ഒരു പ്രദേശം കൂടിയാണ്. ജനതാദളിന് ശക്തിയുള്ള ഒരു പ്രദേശം കൂടിയാണ്. അതോടൊപ്പം തന്നെ CPMനും മറ്റ് CPIക്കൊക്കെ ശക്തിയുള്ള ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ ഇടതുപക്ഷത്തിന് നല്ലൊരു കേരളത്തിൻ്റെ വികസന പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ കിഫ്ബി പോലുള്ള പുതിയ ഒരു മാറ്റം കൊണ്ടുവന്ന് കേരളത്തിൻ്റെ വികസനം നടത്തുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച ആളാണ് തോമസ് ഐസക് എന്ന് പറയുന്ന ആൾ എന്നുള്ളത്
എന്നുള്ളത് സ്വാഭാവിക കേരളത്തിലെ ജനങ്ങളൊക്കെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ തോമസ് ഐസക് എന്നുള്ള വ്യക്തി ഒരു സ്ഥാനാർത്ഥിത്വവും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ ഇടപെടലും കൂടി ഒരു ഇടതുപക്ഷത്തിന് മുൻതൂക്കമുള്ള ഒരു മണ്ഡലമായിട്ടാണ് പത്തനംതിട്ടയെ ഞാൻ കാണുന്നത്. ഇപ്പോൾ സദാർ സൂചിപ്പിച്ച കിഫ്ബിയും അത് മസാല ബോണ്ടും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഒക്കെയാണ് എതിർ പാളയത്തുള്ളവർ പ്രചാരണ വിഷയമാക്കുന്നത് തോമസ് ഐസക്കിനെതിരെ എന്നുള്ളതും അത് സ്വാഭാവികം, നമുക്കത് വാർത്തകളിലൊക്കെ നമ്മൾ കാണുന്നതാണ്. അത് രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ഇതല്ലായിട്ടാണ് തോന്നുന്നത്. അതിലൊന്നും വ്യക്തമായിട്ടുള്ളൊരു കേരളത്തിൻ്റെ വികസനം നടന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചതാണ് കിഫ്ബി പദ്ധതി എന്ന് പറയുന്നത്. അത് എല്ലാ മണ്ഡലങ്ങളും രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ടുള്ള എല്ലാ മണ്ഡലങ്ങളിലും അത് ഉണ്ടായിട്ടുണ്ട്. ആ സ്വാധീനം സ്വാഭാവികം അതൊരു പിന്തുണ തോമസ് ഐസക്കിന് ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റൈറ്റ്. ഏതായാലും പത്തനംതിട്ടക്കാരനായ മധു മണ്ഡലത്തിലുള്ള ഒരു വോട്ടർ എന്നുള്ള നിലക്ക് കൂടി മധു നമ്മോട് സംസാരിക്കും. മധു, ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ടെത്തിയാണ് അനിൽ ആൻ്റണിയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ആൻ്റണി മകൻ്റെ BJP-യിലേക്കുള്ള ചേക്കേറലുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയത്. അതിന് പെട്ടെന്ന് തന്നെ അനിൽ ആൻ്റണിയുടെ ഭാഗത്തുനിന്ന് കൗണ്ടർ പ്രതികരണവും നമ്മൾ കേട്ടു. അതായത് അച്ഛനെക്കുറിച്ച് ആലോചിച്ച് മകൻ അച്ഛനെ തള്ളിപ്പറഞ്ഞതിൽ അച്ഛനെക്കുറിച്ച് ഓർത്ത് എനിക്ക് സഹതാപം തോന്നുന്നു എന്നാണ് അനിൽ ആൻ്റണി പറഞ്ഞത്. ഏതായാലും മോഡി പ്രഭാവം, മോഡി എഫക്റ്റ് അല്ലെങ്കിൽ മോഡിയുടെ പ്രചാരണ രംഗത്തുള്ള സാന്നിധ്യമൊക്കെ ഏതെങ്കിലും തരത്തിൽ വോട്ടാക്കി മാറ്റാൻ അനിൽ ആൻ്റണിക്ക് കഴിയുമോ? പ്രത്യേകിച്ച് അനിൽ ആൻ്റണിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് BJP പാളയത്തിൽ തന്നെ BJP അകത്ത് തന്നെ വലിയ രീതിയിലുള്ള എതിർപ്പുകൾ പരോക്ഷമായിട്ടാണെങ്കിലും CK പത്മനാഭനെ പോലെയുള്ള ആളുകളൊക്കെ അക്കാര്യം സൂചിപ്പിച്ചതുമാണ്. എന്താണ് പത്തനംതിട്ടക്കാരൻ എന്നുള്ള നിലയിൽ താങ്കളുടെ ഒരു വിലയിരുത്തൽ? പത്തനംതിട്ട മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം വീണ ജോർജ് പരാജയപ്പെടുന്നതിനും കെ സുരേന്ദ്രൻ ഇത്രയധികം വോട്ടുകൾ പിടിക്കുന്നതിനുള്ള കാരണം എന്താ വെച്ചാൽ അത് BJP-യുടെ പ്രഭാവം കൊണ്ടൊന്നുമല്ല, ശബരിമല വിഷയം തന്നെയായിരുന്നു. എന്നാൽ ആ ഒരു തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന കാര്യങ്ങൾ, സുരേന്ദ്രൻ്റെ ഇമേജ്, BJP-യുടെ ഇമേജ് അമ്പയെ തകർത്ത് തരിപ്പണമാക്കി തന്നെ വേണം പറയാൻ. പിന്നെ വേറൊരു കാര്യം, സ്ഥാനാർത്ഥിയാണെങ്കിൽ അനിൽ ആൻ്റണി, അദ്ദേഹത്തിനെ പറ്റി BJP-ക്കാർക്ക് പോലും മതിപ്പില്ല. BJP-യുടെ ഒരു ബദൽ സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആറന്മുളക്കാരനായ ഒരു പ്രമുഖ BJP-ക്കാരൻ വേറെ സ്വതന്ത്രനായിട്ടില്ല, BSP-യുടെ ടിക്കറ്റിലാണ് അവിടെ മത്സരിക്കുന്നത്. BSP-ക്ക് അവിടെ യാതൊരു സ്ഥാനവുമില്ല. BSP-യുടെ ടിക്കറ്റിൽ അവിടെ മത്സരിക്കുന്നുണ്ടെന്നുള്ളത് BJP-ക്കകത്തെ, അതായത് പത്തനംതിട്ടയിലെ BJP വോട്ടുകൾ അധികമായി കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആറന്മുള പ്രദേശങ്ങളിലാണ്. ബാക്കി മണ്ഡലങ്ങളിലൊന്നും അത്രയും സ്ഥാനമില്ല അവർക്ക്. അപ്പോൾ ആറന്മുള, അടൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഈ BJP-ക്ക് പ്രാമുഖ്യമുള്ളത്. ആ സ്ഥലങ്ങളിലൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു BJP-ക്കാരൻ അവിടെ BSP ടിക്കറ്റിൽ മത്സരിക്കുന്നുണ്ട്. സുരേന്ദ്രന് കിട്ടിയ വോട്ടിൻ്റെ അതിൻ്റെ പകുതി പോലും കിട്ടാനുള്ള സാധ്യതയില്ലെന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം, പത്തനംതിട്ട മണ്ഡലത്തിലെ ക്രിസ്ത്യൻ വോട്ടർമാരെ പോലെ തന്നെ ഹിന്ദു വോട്ടർമാർക്കും മുസ്ലിം വോട്ടർമാർക്കും സ്ഥാനമുണ്ട്, പ്രാമുഖ്യമുണ്ട്. ഹിന്ദു വോട്ടർമാരുടെ വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോവും. വളരെ ചെറിയൊരു ശതമാനം BJP BSP സ്ഥാനാർത്ഥികൾക്കും പങ്കുവെച്ച് പോയേക്കാം. പക്ഷേ അവിടെയുള്ള ഭൂരിപക്ഷ മുസ്ലിങ്ങളും ഇടതുപക്ഷത്തോടൊപ്പം സഞ്ചരിക്കുന്ന മുസ്ലിങ്ങളാണെന്നുള്ളതാണ് സത്യം. അത് നഗ്ന സത്യമാണ്. മുസ്ലിം ലീഗിനൊന്നും അവിടെ കാര്യമായ സ്ഥാനമില്ല. നല്ല ഒരു പക്ഷം മുസ്ലിം വോട്ടുകളും ഇടതുപക്ഷത്തോടൊപ്പം സഞ്ചരിക്കുന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഫാക്ടറുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും കഴിഞ്ഞ 3 തവണയായി ആൻ്റണി തന്നെയാണ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് എന്നുള്ളത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ആൻ്റണിയുടെ ഒരു കാരിക്കേച്ചർ വരാറുണ്ട്, സ്ഥിരമായി വരാറുണ്ട്. ഒരു കയ്യിൽ ഹൈമാസ്റ്റ് ലൈറ്റും ഒരു കയ്യിൽ വെയിറ്റിംഗ് ഷെഡുമായിട്ട് പിടിച്ചുകൊണ്ട് നടന്നു വരുന്ന ആൻ്റണി. അങ്ങനെ ഒരു ട്രോള് സ്ഥിരമായി വരാറുണ്ട്, ഇപ്രാവശ്യവും വന്നിട്ടുണ്ട്. പക്ഷേ ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ കാര്യം അങ്ങനെയല്ല. ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ഇപ്പോൾ കിഫ്ബി മസാല ബോണ്ട് വിവാദം നടക്കുന്നെങ്കിൽ പോലും അതിൻ്റെ സത്യം ജനങ്ങൾക്കറിയാം. അതായത് നമ്മുടെ നികുതി വിഹിതം, നികുതി വരവ് നിലച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് നിർത്തലാക്കിക്കൊണ്ട് GST നടപ്പിലാക്കിയപ്പോൾ സംസ്ഥാനത്തിന് വിഭവം ലഭിക്കാതായപ്പോൾ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി കിഫ്ബി എന്നൊരു സ്പെഷ്യൽ വെഹിക്കിൾ ഫോം ചെയ്ത് ഒരു സാമ്പത്തിക ശാസ്ത്രം തന്നെയാണത്. അതിന് വ്യതിരിക്തമായ ഇൻകം കണ്ടെത്തിക്കൊണ്ട് അതിനെ ഒരു സ്പെഷ്യൽ വെഹിക്കിളായിട്ട് ബജറ്റിലെ നികുതി വിഹിതത്തിന് പകരമായി ഈ കിഫ്ബിയെ മുന്നിൽ വെച്ചുകൊണ്ട് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ അതൊരു സാമ്പത്തിക ശാസ്ത്രത്തിന് മാത്രമേ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം 90കളിലെ കേന്ദ്രം നടപ്പാക്കിക്കൊണ്ടുവന്ന ഉദാരവൽക്കരണ നയം, ഉദാരവൽക്കരണ നയം, സാമ്പത്തിക ഉദാരവൽക്കരണ നയത്തിനൊക്കെ
എതിരായിട്ട് അദ്ദേഹം ക്ലാസ്സുകൾ എടുക്കുമ്പോൾ, ശാസ്ത്ര സാഹിത്യ പരിഷത്തിലും മറ്റും ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അദ്ദേഹം മൻമോഹൻ സിംഗിൻ്റെ നയങ്ങളെ അല്ല സംസാരിച്ചു തുടങ്ങുന്നത്. അദ്ദേഹം സംസാരിച്ചു തുടങ്ങുന്നത് എവിടെയാണെന്നറിയാമോ? ജവഹർലാൽ നെഹ്റുവിൻ്റെ സാമ്പത്തിക നയങ്ങളിലാണ് സംസാരിച്ചു തുടങ്ങുന്നത്. ഒരു ബദൽ സാമ്പത്തിക നയം കേരളത്തിൽ കാണിച്ചു തന്നൊരു നേതാവ് കൂടിയാണല്ലോ അത്. നമ്മൾ മാത്രമല്ല എം പിമാർക്ക് വലിയ രീതിയിൽ വികസനം വേണ്ടി സാധിച്ചിട്ടില്ല കഴിഞ്ഞ ഈ 20 എം പിമാർ കേരളത്തിൽ. കാരണം അവർക്ക് കേന്ദ്ര ഗവൺമെൻറ് വലിയ ഫണ്ടൊന്നും ഇപ്രാവശ്യം എം പിമാർക്ക് അങ്ങനെ കൊടുത്തില്ല. അതുകൊണ്ട് എടുത്തു കാണിക്കുന്ന ഒരു ലാൻഡ് മാർക്കിലുള്ള വികസനം കാണിക്കാൻ ആൻ്റണിക്കോ ആർക്കും അവിടെ സാധ്യതയില്ലെന്നുള്ളതാണ്. ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറയാനുണ്ട്. അതായത് ഡോക്ടർ തോമസ് ഐസക് അദ്ദേഹം ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായതുകൊണ്ട് തന്നെ, പ്രഗത്ഭനായ ഒരു ശാസ്ത്രജ്ഞനായതുകൊണ്ട് അദ്ദേഹം എന്താ പറയുക, ലോക്സഭയിൽ എത്താൻ പാടില്ലെന്നത് നിർമ്മലാ സീതാരാമൻ ബിജെപിയുടെ ഒരു ബിജെപി പ്രമുഖരുടെ സാമ്പത്തിക വിദഗ്ധരുടെ അത്യാവശ്യമാണ്. ഡോക്ടർ തോമസ് ഐസക് ലോക്സഭയിൽ എത്താൻ പാടില്ല. അപ്പൊ അങ്ങനെയാണ് ബിജെപിയുടെ വോട്ട് കോൺഗ്രസിന് കൊടുക്കാനുള്ള സാധ്യത ഉണ്ടാവുമോ? റൈറ്റ്. നമ്മൾ പത്തനംതിട്ട ജില്ലയിലെ രാഷ്ട്രീയ ചിത്രമാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനിൽ ആൻ്റണിയുടെ സ്ഥാനാർത്ഥിത്വം കേരളത്തിലെ വോട്ടർമാരും വലിയ രീതിയിൽ തരത്തിലൊരു ശ്രദ്ധ കൊടുക്കുന്നില്ലെങ്കിലും ദേശീയ തലത്തിലൊക്കെ ആ മണ്ഡലത്തിന് വലിയ പ്രാധാന്യം നേടിക്കൊടുക്കുന്നുണ്ട് ആ ഒരു സ്ഥാനാർത്ഥിത്വം. എന്തു പറഞ്ഞായിരിക്കും അനിൽ ആൻ്റണി വോട്ടർമാരെ സമീപിക്കുന്നത് പത്തനംതിട്ടയിൽ? അനിൽ ആൻ്റണി എന്ത് പറയാനാ? അനിൽ ആൻ്റണി അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാനുള്ള യാതൊരു സാധ്യത അദ്ദേഹത്തിന് കാണുന്നില്ല. കാര്യം അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ പാളയത്തിലുള്ള ആൾക്കാർ പോലും ഇല്ല എന്നുള്ളതാണ് നഗ്ന സത്യം. അനിൽ ആൻ്റണി അല്ലാതെ എന്ത് പറഞ്ഞിട്ട് വോട്ട് പിടിക്കാൻ അവിടെ? നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് ആൻ്റണി എന്തു പറഞ്ഞ് ആ സ്ഥാനം നിലനിർത്താൻ ശ്രമിക്കുമെന്ന് ചോദിക്കുന്നതായിരിക്കും. ചില കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതനായ ഒരു നേതാവിൻ്റെ മകനാണ് അനിൽ ആൻ്റണി. BJP ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും അത് തന്നെയാണ്. കാരണം മുൻ കേന്ദ്രമന്ത്രി, കോൺഗ്രസിൻ്റെ ഏറ്റവും സീനിയറിൽ ഒരു 5 ആളുകൾ എടുക്കുകയാണെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് എ കെ ആൻ്റണി. ആ എ കെ ആൻ്റണിയുടെ മകൻ ഒരു BJPയുടെ, കോൺഗ്രസ് ഏറ്റവും അധികം എതിർക്കുന്ന ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാവുക എന്ന് പറയുന്നത് അവർ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ IT വിഭാഗവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിച്ച ആളുകളാണ്. കോൺഗ്രസ് കാലഹരണപ്പെട്ടതാണ് എന്നുള്ള രീതിയിലേക്ക് ഒരൊറ്റ നിമിഷം കൊണ്ട് ഇത്രയും പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ മകൻ മാറുകയാണ്. അപ്പോൾ രാഷ്ട്രീയ ഒരു മാറ്റം ചെറിയൊരു അർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ അത്തരം ഫാക്ടറികൾ കേരളത്തിലെ വോട്ടർമാർ സ്വാധീനിക്കുന്നുണ്ടോ? ഇല്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വാശി കൂടാനാണ് സാധ്യതയുണ്ടെങ്കിലും BJP പ്രധാനമന്ത്രി തന്നെ വലിയൊരു കോൺസെൻട്രേഷൻ കൊടുക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. BJPക്ക് അതിന് ഗുണം കിട്ടില്ലെങ്കിലും പക്ഷെ പുറത്തേക്ക് പറയാൻ വേണ്ടി അവർക്ക് ആൻ്റണിയുടെ മകൻ, അത് ദേശീയ തലത്തിൽ പോലും അവർക്കൊരു പ്രചരണത്തിൻ്റെ ഒരു വഴി എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് അവരെ കഴിയുമ്പോൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ വന്നപ്പോൾ അവർ കാണുന്നത് എന്താണ്? ദേശീയ തലത്തിലും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ BJPയിലേക്ക് വന്നു. കേരളത്തിലും അവർ 2 മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ വരുന്നു എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം തന്നെയാണ്. ഏതായാലും ശബരിമല വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ കെ സുരേന്ദ്രൻ നേടിയ വോട്ട്
അത് നിലനിർത്താനാകുമോ എന്നുള്ളത് നമുക്ക് ഏതായാലും തെരഞ്ഞെടുപ്പ് ഒരു ഫലം വന്നതിന് സാധ്യതയില്ല ശേഷം എന്നുള്ളത് അതിനെപ്പറ്റി തർക്കമൊന്നും വേണ്ട. ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് അവിടെ കൊണ്ടുവന്ന് നിർത്തുന്നതിനൊരു പ്രധാന ഉദ്ദേശമുണ്ട്. മണ്ഡലം പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. കാര്യം നേരത്തെ തന്നെ ജില്ലയുടെ ചുമതല നൽകി പത്തനംതിട്ട മുഴുവൻ ചുവന്നു. ഇനി പാർലമെൻറ്റ് മണ്ഡലം കൂടെ പിടിച്ചെടുക്കണം. അതാണ് കൃത്യമായ ലക്ഷ്യം. ആ ജില്ലക്കാരായ അല്ലെങ്കിൽ പ്രാദേശികമായ നേതാക്കന്മാർ സ്ഥാനാർത്ഥികൾ ഇല്ലാഞ്ഞിട്ടല്ല. CPM-നെ സംബന്ധിച്ചോളം പത്തനംതിട്ട ജില്ലയിൽ എടുത്തു പറയാൻ രാജു എബ്രഹാമുണ്ട്, ജില്ലാ സെക്രട്ടറി ഉണ്ട് ഉദയഭാനു, അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് ഓമല്ലൂർ ശങ്കരൻ. ഇവരൊക്കെ നല്ല പത്തനംതിട്ടയിൽ CPM ജില്ലാ സെക്രട്ടറിക്ക് മത്സരിച്ചതാണ് കഴിഞ്ഞ മുമ്പ് തെരഞ്ഞെടുപ്പിൽ. ഇദ്ദേഹമായിരുന്നില്ല. അല്ല, ഏതായാലും ഒരു പ്രസ്റ്റീജിയസ് സ്ഥാനാർത്ഥിയെ തന്നെ നിലനിർത്തി ഞാൻ വ്യക്തികളുടെ കാര്യം പറഞ്ഞു. ആ മണ്ഡലം ആന്റോ ആന്റണിയിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ് LDF നടത്തുന്നത്, CPM നടത്തുന്നത്. ആ ഒരു ശ്രമം വിജയിക്കുമോ എന്നുള്ളത് നമുക്ക് ഏതായാലും തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം അറിയാം. പ്രേക്ഷകർക്ക് നിങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ഒക്കെ ഫേസ്ബുക്ക് പേജിലൂടെ അറിയിക്കാവുന്നതാണ്. നമുക്ക് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലെ ആ ഒരു സ്ഥാനാർത്ഥികളുടെ വോട്ട് വിഹിതം, വോട്ട് ഷെയറൊക്കെ ഒന്ന് പരിശോധിച്ച് വരാം. 2009 പത്തനംതിട്ട ലോക്സഭാ നിയോജക മണ്ഡലം രൂപീകരിക്കപ്പെട്ടതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ UDF-ൻ്റെ സ്ഥാനാർത്ഥിയായി ആന്റണി ആദ്യമായി മത്സരത്തിനിറങ്ങി. അദ്ദേഹം 1,11,206 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയാണ് ലോക്സഭയിലേക്ക് എത്തിയത്. മൊത്തം 4,08,232 വോട്ടുകളാണ് അദ്ദേഹം നേടിയത്. വോട്ട് ഷെയർ 39.77%. അഡ്വക്കേറ്റ് K. അനന്തഗോപൻ അദ്ദേഹം CPM സ്ഥാനാർത്ഥിയായി എത്തി. 2,97,026 വോട്ടുകളാണ് നേടിയത്. 28.93% വോട്ട് ഷെയർ. അദ്ദേഹം ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. B. രാധാകൃഷ്ണ മേനോൻ BJP-ക്ക് വേണ്ടി മത്സരിച്ചു. 56,294 വോട്ട്, 5.48% വോട്ട് വിഹിതം. BJP-യുടെ വോട്ട് വിഹിതം നമ്മൾ ശ്രദ്ധിക്കണം. 2009 5.48%. 2014 UDF ജയിച്ചത് 56,191 വോട്ടിന്റെ ഭൂരിപക്ഷം കുറഞ്ഞുകൊണ്ട് ആന്റോ ആന്റണി 3,58,842 വോട്ടുകൾ നേടി. അഡ്വക്കേറ്റ് ഫിലിപ്പോസ് തോമസ് ആയിരുന്നു UDF-ന് വേണ്ടി കളത്തിലിറങ്ങിയത്. 3,26,000 ഫിലിപ്പോസ് തോമസ് 3,02,651 വോട്ടുകളാണ് അദ്ദേഹം നേടിയത്. 29.48% വോട്ട് ഷെയർ. BJP-ക്ക് വേണ്ടി അന്ന് മുതിർന്ന നേതാവായ MT രമേശ് ആയിരുന്നു കളത്തിലിറങ്ങിയത്. 1,38,954 വോട്ടുകൾ, 1,38,954 വോട്ടുകളാണ് അദ്ദേഹം നേടിയത്. വോട്ട് വിഹിതം 13.54%. 2019 എത്തുമ്പോൾ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ UDF-ൻ്റെ സ്ഥാനാർത്ഥിയായി 3-ാം അംഗത്തിന് ആന്റോ ആന്റണി ഇറങ്ങുന്നു. 44,243 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു ആന്റോ ആന്റണി. ആകെ ലഭിച്ചത് 3,80,927 വോട്ടുകൾ, 37.11% വോട്ട് ഷെയർ. വീണ ജോർജ്, നിലവിലെ ആരോഗ്യമന്ത്രി കൂടിയായ വീണ ജോർജ് ആയിരുന്നു അന്ന് CPM-ന് വേണ്ടി LDF-ന് വേണ്ടി മത്സരിച്ചത്. 3,36,684 വോട്ടുകളാണ് വീണ ജോർജ് നേടിയത്. 32.8% വോട്ട് വിഹിതം. K. സുരേന്ദ്രൻ BJP ടിക്കറ്റിൽ മത്സരിച്ചു. 2,97,396 വോട്ടുകൾ അദ്ദേഹം നേടി. BJP-യുടെ വോട്ട് ഷെയർ വർദ്ധിക്കുന്നതിൽ അന്നത്തെ ശബരിമല ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് വലിയ രീതിയിലുള്ള പങ്കുണ്ടായിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 2009 K. സുരേന്ദ്രൻ്റെ വോട്ട് വിഹിതം 28.97 വർദ്ധിച്ചു 2014 എത്തുമ്പോൾ. 2019 എത്തുമ്പോൾ BJP-യുടെ വോട്ട് വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട്. വലിയ രീതിയിൽ ആന്റോ ആന്റണിക്ക് കേരളത്തിൽ തരംഗം ഉണ്ടായ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ പ്രാവശ്യം. 19 MP-മാരുണ്ടാക്കിയ തെരഞ്ഞെടുപ്പാണ്. ആ തരംഗത്തിൻ്റെ ഇടയിലും അദ്ദേഹത്തിൻ്റെ 1 ലക്ഷം ഉണ്ടായ ലീഡ് 50,000 കുറയും, പിന്നെ 44 കുറഞ്ഞുകൊണ്ടുവരുന്ന
കാരണം സ്വാഭാവികമായിട്ടും എം പിയുടെ ഒരു സ്വാധീനം ഇടി വന്നിട്ടുണ്ടെന്നുള്ളതാണ് അത് അത് മാത്രമായിരിക്കില്ല, ഈ ശബരിമല ഫാക്ടർ തന്നെ ഒരു പ്രധാന വോട്ടുകൾ സുരേന്ദ്രൻ കിട്ടിയ വോട്ടുകൾ കണക്കാക്കുകയാണെങ്കിൽ അത് ആന്റോ ആന്റണിയുടെ വോട്ടും വീണ ജോർജിന്റെ വോട്ടും എല്ലാം അങ്ങോട്ട് മറിഞ്ഞിട്ടുണ്ട്. പാർട്ടി വോട്ടുകൾ നല്ലൊരു ശതമാനം അങ്ങോട്ട് മറിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അതായത് മധ്യ തിരുവിതാംകൂറിലെ ഒരു ശൈലി എന്താണെന്ന് പറയുക, ഹിന്ദു വോട്ടുകളിൽ നിഷ്പക്ഷ വോട്ടുകളുണ്ട്, ഇടതുപക്ഷ സഹയാത്രികരാണ്. ഹിന്ദു വോട്ടുകളിലെ നിഷ്പക്ഷ വോട്ടുകൾ ഭൂരിഭാഗവും വീഴുന്നത് ഇടതുപക്ഷത്തിനാണ്. അത് ഈ ശബരിമല വിഷയം വന്നതോടുകൂടി അത് BJPക്ക് മറിഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതെ, അതായിരുന്നു കഴിഞ്ഞ തവണ സുരേന്ദ്രൻ്റെ ഇപ്രാവശ്യം സാധ്യതയില്ല വർദ്ധിക്കാനുള്ള സാഹചര്യം. ഈ തവണ BJPക്ക് അത്തരത്തിലുള്ള ഒരു ആനുകൂല്യം ഇല്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതോടൊപ്പം തന്നെ അനിൽ ആന്റണി എന്ന താരതമ്യേന BJPക്കാർക്കിടയിൽ പോലും വലിയ അഭിപ്രായമില്ലാത്ത ഒരു സ്ഥാനാർത്ഥി എന്നുള്ള ഒരു ഫാക്ടർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പ്രചാരണത്തിന് എത്തുന്നുണ്ടെങ്കിൽ പോലും വലിയൊരു ചലനമുണ്ടാക്കാൻ സാധിക്കില്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും മത്സരം LDF UDF മുന്നണികൾ തമ്മിൽ വലിയ കടുത്ത മത്സരം തന്നെ നടക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. വോട്ട് ചെയ്യാൻ പോകുന്നുണ്ടോ? ഇല്ല, പോകാൻ സാധിക്കുന്നില്ല. പക്ഷേ എൻ്റെ പ്രതീക്ഷ ശരിയാക്കുകയാണെങ്കിൽ ഡോക്ടർ തോമസ് ഐസക് നേരിയ മുൻതൂക്കത്തിലെങ്കിലും ജയിച്ചു ഇടതുപക്ഷത്തിനാണെന്നാണ് റൈറ്റ്. ഏതായാലും നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് കേരളത്തിലെ 20 മണ്ഡലങ്ങളിലൂടെയുമുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പ് അവലോകന യാത്രയിൽ നമ്മൾ ഇന്ന് പരിശോധിച്ചത് ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട മണ്ഡലങ്ങളായിരുന്നു. 3 മണ്ഡലങ്ങളിലും ശക്തമായ പോരാട്ടം നടക്കുമെന്ന് തന്നെയാണ് നമ്മൾക്ക് പ്രതീക്ഷിക്കുന്നത്. നാട്ടിൽ പ്രചാരണത്തിൻ്റെ ചൂട് വലിയ രീതിയിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നാണ് ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച ഇടുക്കിയിൽ നിന്ന് സംസാരിച്ച സണ്ണി മണർക്കാടും അതോടൊപ്പം തന്നെ അസീസ് തിക്കോടിയും പറയുന്നത്. നാട്ടിൽ തെരഞ്ഞെടുപ്പിൻ്റെ ചൂട്, നാട്ടിൽ വേനൽ ചൂടിൻ്റെ പാരമ്യതയുണ്ട്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു പ്രചാരണ ചൂടും വളരെ ശക്തമായിട്ട് തന്നെ തുടരുന്നുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും വളരെ നന്ദി സണ്ണി മണർക്കാട്, അസീസ് തിക്കോടി. ഈ ചർച്ചയുടെ തുടർന്നുള്ള കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിലൂടെയുള്ള യാത്ര വരും ദിവസങ്ങളിൽ കാണാം. വിബ്ജോർ TVയുടെ ഫേസ്ബുക്കിലൂടെയും IPTV പ്ലാറ്റ്ഫോമുകളിലൂടെയും കേബിൾ TV നെറ്റ്വർക്കുകളിലൂടെയും ഇത് തത്സമയം കാണാവുന്നതാണ്. ഇനി നാളെ നമ്മൾ ഏതൊക്കെ മണ്ഡലങ്ങൾ? നാളെ നമുക്ക് 3 മണ്ഡലങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അത് സംബന്ധിച്ച് നമുക്ക് പ്രേക്ഷകർക്ക് തന്നെ ഒരു സർപ്രൈസായിട്ട് 3 മണ്ഡലങ്ങൾ അങ്ങ് പറയാം. ഓക്കെ, ഏതായാലും ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വ്യൂ ഫൈൻഡർ ഞാനൊരു ക്ലൂ ചോദിച്ചോട്ടെ? പറഞ്ഞോളൂ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത് മലയോരമാണെങ്കിൽ നാളെ കടലോരമാണോ? ആലപ്പുഴ ആണോ? ഏതായാലും നമുക്ക് കേരളത്തിൻ്റെ നമ്മൾ തെക്കേയറ്റത്തു നിന്നാണ് തുടങ്ങിയത്. ആ ഒരു യാത്ര നമുക്ക് നേരെ കാസർഗോഡ് അവസാനിപ്പിക്കേണ്ടതുണ്ട്. നമുക്ക് മുന്നിൽ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന്. ഞാൻ വ്യക്തിപരമായിട്ട് വോട്ട് ചെയ്യാൻ നാട്ടിൽ പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് ഏത് മുന്നണിക്കാണ് വോട്ട് ചെയ്യുന്നത് എന്തായാലും ചോദിക്കില്ല. കാര്യം നിങ്ങൾ ഈ ഒരു ഫ്ലോറിൽ അത് ചോദിക്കാൻ പാടില്ല. അപ്പോൾ ഏതായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് നൈറ്റ്. ഈ പ്രോഗ്രാം എല്ലാവരും കാണണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. വിബ്ജോർ TVയുടെ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് പരിപാടിയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്താം എന്നുകൂടി അറിയിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളെക്കുറിച്ചുള്ള ചർച്ച.